ഇന്ത്യയിൽ ഇതുപോലെ ഒരാളേ ഉള്ളൂ. First thing that I tell them is don't quit your job. Find out how you can put time into your interest without quitting the job, because capital is very important. Einstein, for example, അവർക്ക് എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഒരു കോമൺ ആവറേജ് മാനിന് ഇല്ലാത്തതുമായിട്ടുള്ളതെന്ന് പറയുന്നത് മൈൻഡ് സെറ്റിലുള്ള ഫ്ലൂയിഡിറ്റിയാണ്. പ്രോസസ്, സിസ്റ്റംസ്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ എന്തോ വലിയ സംഭവങ്ങൾ പോലെ തോന്നും. എന്നാൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇത്രയേ ഉള്ളൂ ഫ്രീ ടൈം എന്ന് പറയുന്നത്. ഒരു ഓഫീസിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു മീറ്റിംഗ് ടേബിളും ഒരു മീറ്റിംഗ് റൂമിന്റെയും പിക്ചറാണ് വരുന്നത്. എന്തിനാ ഈ സമയം, എന്ത് പ്രശ്നം സജി? ഞാൻ ഈ ഫോട്ടോഗ്രാഫി പഠിക്കാനായിട്ട് കഷ്ടപ്പെട്ട കാശൊക്കെ കൊടുത്ത് കോളേജിൽ പോയി ചേർന്നു. അവിടുന്ന് തേങ്ങ ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വരുന്ന മണി ഒരു കമ്പനി അക്കൗണ്ടിലോട്ട് ഇടണം. അത് നമുക്ക് തോന്നിയ പാട് എടുത്ത് ചെലവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഭാരത് മാതാ കി ഈ പൈസ എന്ന് മാത്രം ചിന്തിച്ചോണ്ടിരുന്ന നമ്മൾ ലൂസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന സമയം. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു IT ഫേം റിലേറ്റഡ് സാധനത്തിനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഒത്തിരി ആൾക്കാരുടെ ഭാഗ്യത്തിന് പിന്നീട് മനസ്സിലായി എല്ലാവർക്കും ഓഡിയൻസിൽ ഒരു സാധനം എത്തിക്കണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റിന് വളരെ ഭംഗിയുള്ള ക്വാളിറ്റി ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രിവാൻഡ്രത്തിന്റെ അഹങ്കാരമായിട്ട് ഇന്ത്യയിൽ ഇതുപോലെ ഒരാളേ ഉള്ളൂ. ആ റീസൺ ആ ആള് തന്നെ പറയും. ഞാൻ ആ സർപ്രൈസ് ഇപ്പോഴേ കളയുന്നില്ല. ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രീമിയം മേക്കപ്പ് ആർട്ടിസ്റ്റ് പ്ലസ് കോസ്മെറ്റോളജിസ്റ്റ്. അതൊന്നേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയ ഡോക്ടർ ശ്രുതിയെ നമ്മുടെ 42 പോഡ്കാസ്റ്ററിലേക്ക് സ്വാഗതം ചെയ്യും. സ്വാഗതത്തിന് സ്വാഗില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് വെൽക്കം ചെയ്യുന്നു. Thank you so much. I am Dr. Shruti. I am the only makeup artist and cosmetologist in the country. തുടക്കത്തിൽ തന്നെ ഞാൻ വിചാരിച്ചു ബ്രാൻഡിങ്. അതായത് ഇന്ത്യയിൽ ചേച്ചി മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഞാൻ മാത്രമേ ഉള്ളൂ, തള്ളിയതല്ല. ഐ എം ദി ഓൺലി ഡോക്ടർ ഹൂസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഐ തിങ്ക് ദർ ആർ ഓൾസോ 1 or 2 dentists or makeup artists, but I am the only registered cosmetologist who is also a makeup artist. The only. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്നുള്ളതിനെ തള്ളായിട്ട് തോന്നുമെങ്കിൽ കാര്യം സത്യം. ഇതിന് പേപ്പർ പ്രൂഫ് ആവല്ലോ. പ്രൂഫ് സോ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സർവീസ് സെക്ടറിലുള്ള പലർക്കും ഉള്ളൊരു ജേണിയാണിത്. നമുക്ക് ആദ്യം എന്തെങ്കിലും ഒരു സംഭവത്തിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുന്നു. നമ്മൾ ആ ഇൻട്രസ്റ്റ് ഉള്ള സാധനം നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രീലാൻസറായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഒന്ന് ലെജിറ്റിമൈസ് ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് വേറൊരു ബിസിനസ് മോഡ്യൂളിലോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്നു. യു ഹയർ പീപ്പിൾ, യു ഹയർ എ ടീം, ദെൻ യു സ്റ്റാർട്ട് എക്സ്പാൻഡിങ് എ ലിറ്റിൽ ബിറ്റ്. അങ്ങനെ ഉള്ള ഒരു വളരെ I think that is the common journey, അല്ലെ, the usual journey. That has been my journey too. പക്ഷേ ഇതിൽ വ്യത്യസ്തമായിട്ട് ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ 2 ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. ഐ നെവർ സ്റ്റോപ്പ് മൈ പ്രാക്ടീസ് ആസ് എ ഡോക്ടർ. അപ്പം ഞാൻ ജൂനിയർ ഡോക്ടർ ആയിരിക്കുമ്പോഴും ഞാനൊരു ജനറൽ പ്രാക്ടീഷണർ ആയിരിക്കുമ്പോഴും എൻ്റെ ഇൻട്രസ്റ്റ് ആയിരുന്നു മേക്കപ്പ്, അല്ലെങ്കിൽ ഒരു ദ എസ്തെറ്റിക് സൈഡ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് എൻ്റെ ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ അന്ന് ഐ ഹാഡ് ദ ടൈം ടു ആക്ച്വലി ഇൻഡൾജ് ഇൻ മൈ ഇൻട്രസ്റ്റ്. പയ്യെ അതിനെ ഒരു റവന്യൂ ജനറേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ അതും കൂടെ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം നോർമലി ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് യൂഷ്വലി ഉണ്ടാകാറുള്ളൊരു സ്ട്രഗിളാണ് ഈ ഹൗ ടു സ്റ്റാർട്ട് ദ ബിസിനസ്, വേർ ഡു യു ഗെറ്റ് ദ ഫണ്ടിങ് ഫ്രം. ഫോർ മീ വാട്ട് ഐ ഡിഡ് ഇസ്, എൻ്റെ പ്രൈമറി ജോബിൽ നിന്ന് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഞാൻ എൻ്റെ സെക്കൻഡറി ഇൻട്രസ്റ്റിനെ ഫണ്ട് ചെയ്തു. എൻ്റെ സെക്ടറിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരുപാട് പേര് എന്നോട് വന്നിട്ട് പറയാറുണ്ട്, എനിക്കും ഇത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സോ ഐ എം തിങ്കിങ് ഓഫ് ക്വിറ്റിംഗ് മൈ ജോബ് ആൻഡ് സ്റ്റാർട്ടിങ് ദിസ് എന്ന് പറയും. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ ടെൽ ദം ഇസ് ഡോണ്ട് ക്വിറ്റ് യുവർ ജോബ്. ഫൈൻഡ് ഔട്ട് ഹൗ യു ക്യാൻ പുട്ട് ടൈം ഇൻ ടു യുവർ ഇൻട്രസ്റ്റ് വിത്തൗട്ട് ക്വിറ്റിംഗ് ദ ജോബ്, ബിക്കോസ് ക്യാപിറ്റൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ സമയത്ത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വലിയൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റിനെ പെർസ്യൂ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നൊരു ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ ഒരു 2 ജനറേഷൻ മുന്നേ നോക്കുവാണെങ്കിൽ അവർക്കിപ്പോൾ എന്താ പഠിക്കുന്നത്, നമ്മൾ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നതെങ്കിൽ ദർ ഇസ് നോ ദ ഓപ്ഷൻ, യു ഹാവ് ടു ബിക്കം എൻ എഞ്ചിനീയർ, അല്ലെങ്കിൽ ഇഫ് യു ബിക്കമിങ് എ ഡോക്ടർ ദെൻ ദാറ്റ്സ് ഓൾ യു ഡു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റീസൺ വൈ വി ഹാവ് ദാറ്റ് ഇസ് ബിക്കോസ് നമ്മളുടെ മുമ്പത്തെ ജനറേഷൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു സർട്ടൻ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആൻഡ് ഇപ്പോൾ ഐ റെഡ് ദിസ് അമേസിംഗ് ബുക്ക് കോൾഡ് ഫ്ലൂയിഡ്.
they're saying that if you look at a lot of people who are in business or who are doing കുറച്ച് ഇങ്ങനെ പ്രോമിനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് എടുക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളിലോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കാര്യങ്ങളിലോ ഒരു പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഐൻസ്റ്റൈൻ ഫോർ എക്സാമ്പിൾ, ഹി വാസ് ഓൾസോ ഗുഡ് ഇൻ മ്യൂസിക്, ഹി വാസ് ഓൾസോ ഗുഡ് ഇൻ ദാറ്റ്, ഹി വാസ് ഓൾസോ ഗുഡ് ഇൻ ദിസ്. അങ്ങനത്തെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അവർക്ക് എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഒരു കോമൺ ആവറേജ് മാനിന് ഇല്ലാത്തതുമായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ മൈൻഡ് സെറ്റിലുള്ള ഫ്ലൂയിഡിറ്റിയാണ്. അതായത് ജസ്റ്റ് ബിക്കോസ് യു ആർ എൻ എൻജിനീയർ പെർസ്യൂയിങ് യുവർ പാഷൻ ഇസ് നോട്ട് എ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകത്തുള്ളൂ. അത് ഒരു ഭയങ്കര വലിയ ട്രൂത്ത് ആണ്. ആൻഡ് അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെക്കുറിച്ച് ഇപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഇപ്പം ഞാൻ ചെയ്ത പോലെ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഞാൻ ചൂസ് ചെയ്ത ആ ഒരു പാത്ത് ചൂസ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ, അതായത് പഠിച്ച കാര്യം ഒന്നും പെർസ്യൂ ചെയ്ത കാര്യം വേറൊന്നും ആണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു സെക്ടറിൽ നമ്മുടെ പേരൻസ് നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും, നമ്മളുടെ നിയർ ആൻഡ് ഡിയർ വൺസ് ചോദിക്കും, വേണോ, ആവശ്യമാണോ, വൈ ആർ യു ഡൂയിങ് ദിസ്. അപ്പോൾ ഈ പറയുന്ന വൈ, വാട്ട്, വെൻ, വേർ എന്നുള്ളതിനൊക്കെ ഉത്തരം പറയണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ വി ഷുഡ് ബി നല്ല കൺവിക്ഷനോടുകൂടി ഇത് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അല്ലാതെ ഒരു പിള്ളേരുകളി പോലെ നമ്മളിത് തുടങ്ങരുത്. എന്നാൽ നമ്മൾ ഒരിക്കലും ഒരുപക്ഷെ കറക്റ്റായിട്ട് അതിന് ടൈമും സ്പെൻഡ് ചെയ്യത്തില്ല, നമ്മളുടെ നല്ലൊരു എഫേർട്ട് അതിലോട്ട് എടുത്തുമില്ല, ഒരു കൺഫ്യൂസിങ് പാത്തിൽ നമ്മളും പോയെത്തും. എന്നാൽ നമ്മൾ ശരിക്കും നമ്മൾ മൈൻഡിൽ ഇത് ക്ലിയർ ആയിട്ട് നല്ല ഇൻട്രസ്റ്റോടും നല്ല ഡെഡിക്കേറ്റഡും ആയിട്ടുമാണ് ചെയ്യുന്നതെങ്കിൽ ആസ് വി കീപ് മൂവിങ് ഫോർവേഡ്, എൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ക്ലാരിറ്റി കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഐ വാസ് പ്രാക്ടീസിങ് എമർജൻസി മെഡിസിൻ. എനിക്ക് മേക്കപ്പിൽ ഇത്രയും ഇൻട്രസ്റ്റ് ആണ്, ഞാൻ അത് ചെയ്തു, അത് പയ്യെ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് വൺ ക്ലയൻറ്റ്. എൻ്റെ ഒരു ഫ്രണ്ടിനെ എന്നെ റിക്വസ്റ്റ് ചെയ്താണ് ഞാൻ കൂടെ കൊണ്ടുപോയത് എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട്. ഞങ്ങൾ പോയി സ്റ്റാർട്ട് ചെയ്തു. 1 ക്ലയൻറ്റ് പയ്യെ ഒരു 2 ക്ലയൻസ് ആയി, 2 ക്ലയൻസ് പയ്യെ 3 ക്ലയൻസ് ആയി. എത്ര വർഷമായി ഇത്? ഐ സ്റ്റാർട്ടഡ് ഇൻ 2016. ഇറ്റ്സ് 2024. അപ്പോൾ ഈ 2016 you started this, did you had any idea ഇന്നിപ്പോൾ എത്തിയിരിക്കുന്ന നിലയിലോട്ട് ഇത് എത്തുമെന്നോ? നെവർ. ലൈക്ക് ഒരു പക്ഷേ എൻ്റെ ഇപ്പം ദി ഓൺലി കോമൺ ഫാക്ടർ ഇസ് ദാറ്റ് അന്നും എനിക്ക് ഒരുങ്ങാൻ ഇഷ്ടമാണ്, ഇന്നും എനിക്ക് ഒരുങ്ങാൻ ഇഷ്ടമാണ്. അത് മാത്രമേ ഒരു കോമൺ ഫാക്ടറായിട്ടുള്ളൂ. പക്ഷേ അന്നിപ്പോൾ എൻ്റെ തന്നെ ഫാമിലിയിലുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോസ്മെറ്റോളജി അല്ലെങ്കിൽ ഡെർമറ്റോളജി വുഡ് ബി ആൻ ഐഡിയൽ ഫീൽഡ് ഫോർ യു എന്ന് പറഞ്ഞപ്പോൾ, ബാക്ക് ഇൻ ദ ഡേ ദ യങ്ങർ മീ വുഡ് ഹവ് ലാഫ്ഡ് അറ്റ് ഇറ്റ്. പിന്നെ അബ്സല്യൂട്ട്ലി നോട്ട്, ഐ നെവർ സോ മൈസെൽഫ് ഡൂയിങ് ദിസ്. പക്ഷെ ലൈക്ക് ഐ സെഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്ലാരിറ്റി പിന്നെയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ യു ഹാവ് എ ബിഗ് ടീം. അപ്പോൾ ഈ when you started in 2016, did you know that you will be leading ഇത്രയും ആൾക്കാർ? Did you think you had the leadership skills in you? Absolutely not. One, I knew I was very bossy. Okay, and sometimes not in the best way. ഓക്കെ, ലീഡർഷിപ്പ് സ്കില്ലും ബോസിനെസ്സും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കാര്യങ്ങളാണെന്നും ഈ ഒരു ജേർണി വഴിയാണ് ഞാൻ പഠിച്ചത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഐ വാസ് വെരി അറഗൻറ്റ്, പിന്നെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്. ഇപ്പോഴും ഷോർട്ട് ടെമ്പേർഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ ഇപ്പം ഞാൻ റിയാക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. അതെൻ്റെ ലീഡർഷിപ്പ് സ്കില്ലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തൊരു സ്കില്ലാണ്. അതായത് ദേഷ്യം വന്നാൽ ഉടനടി റിയാക്ട് ചെയ്യാണ്ടിരിക്കുക, സ്റ്റോപ്പ്, തിങ്ക്, കോൺടെംപ്ലേറ്റ്, and then have a calm conversation. If it is impossible for me to have a calm conversation, I'll just exit, come back a bit later when I'm ready to not burst. അതൊക്കെ പിന്നീട് വന്ന ക്വാളിറ്റീസ് ആണ്. അത് എപ്പോഴും നമ്മുടെ ഒരു ബിസിനസ്സുകാരോ അല്ലെങ്കിൽ ഓൺട്രപ്രനറിനെ സംബന്ധിച്ച് നമ്മൾ അന്നേരം നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അതാണ് ആദ്യം നമുക്ക് വേണ്ടത്. ഫോർ ഷുവർ. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരുപാട് പേഴ്സണൽ ലെവലിലും നമുക്ക് കുറേ കാര്യങ്ങൾ ട്രെയിൻ ചെയ്ത് കുറച്ച് ക്യാരക്ടർ ബിൽഡിങ്ങും ഉണ്ടാവണം. എന്നാലും മാത്രമേ നമുക്ക് ഈ പറഞ്ഞോട്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് മറ്റുള്ളവരെ നന്നാക്കുമ്പോൾ ആദ്യം നമ്മൾ സ്വയം നന്നാവണം എന്നുള്ള സാധനം തന്നെ വളരെ സത്യമാണ്. ഓക്കെ, ആൻഡ് ദെൻ സോ അനദർ തിങ് ദറ്റ് ഐ ഫൗണ്ട് ഇസ്, ഇപ്പോൾ ഞാൻ ഇനിഷ്യലി ഇപ്പോൾ ഒരു ഫ്രീലാൻസർ ടു ഒരു പ്രോപ്പർ ഒരു ലെജിറ്റ് സ്റ്റേബിൾ ബിസിനസ്സിലോട്ട് പോകുമ്പോൾ വേറൊരു ഇതുണ്ടായത്, ഭയങ്കര കമ്പൾഷൻ ആയിരുന്നു എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അതൊരു ഭയങ്കര കമ്പൾഷൻ ആയിരുന്നു. ആൻഡ് ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിനെ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഓ, പുള്ളിക്കാരത്തി അതും ചെയ്യും, ഇതും ചെയ്യും, അതും ചെയ്യും, ഇത് ചെയ്യും. ഇറ്റ് വാസ് വെരി, ഐ ഹാവ് ബീൻ കോൾഡ് ടു സ്പീക്ക് അബൌട്ട് ഹൗ ഐ മൾട്ടിടാസ്ക് ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് ദെൻ വൺസ് ഐ സ്റ്റാർട്ടഡ് ദ ബിസിനസ്, ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇഫ് യു ആർ പ്ലാനിങ് ടു ഗ്രോ, ദെൻ മൾട്ടിടാസ്കിംഗ് അല്ല, ഡെലിഗേഷൻ ആണ് നമുക്ക് വേണ്ടത്. Trusting your people is more important. You have to trust people and you have to be okay with not being perfect all the time.
അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നത് ചിലപ്പോൾ ഒരു സർട്ടൻ രീതിയിലായിരിക്കും, ചിലപ്പോൾ ദാറ്റ് മൈറ്റ് ബി ദ ബെസ്റ്റ് വേ ദാറ്റ് ക്യാൻ ബി ഡൺ. നമ്മൾ രണ്ടുപേരെ കൊണ്ട് ആ കാര്യം സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ അത്രയും നന്നായിട്ട് ആ കാര്യം ചെയ്തില്ല എങ്കിലും അവർ ചെയ്യുന്നതും ആ ടാസ്കിന്റെ കംപ്ലീഷൻ തന്നെയാണ്. അപ്പൊ എങ്ങനെ നമ്മളിപ്പോ ഒരാളെ ഇതുപോലെ പുതുതായിട്ട് ഒരാളെ ഒരു ടാസ്ക് ഏൽപ്പിക്കുകയാണ്. റൈറ്റ് അപ്പോൾ ശ്രുതി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അടുത്ത ആളെ ഏൽപ്പിക്കുന്നത്. റൈറ്റ്. സോ എവരെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുക? സി നമ്പർ 1, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ എല്ലാ റോൾസിനെയും ഞാൻ ട്രെയിൻ ചെയ്യത്തില്ല. ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ സെറ്റപ്പിൽ ഓരോ റോൾസും വെൽ ഡിഫൈൻഡ് ആണ്. ഇപ്പോൾ ഫ്രണ്ട് ഡെസ്കിലുള്ള ഒരാൾക്ക് അയാൾ ചെയ്യേണ്ട കുറച്ച് ടാസ്കുകളുണ്ട്. എൻ്റെ ഒരു നേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ അവർക്ക് ചെയ്യേണ്ട ടാസ്ക് ഉണ്ട്. എൻ്റെ ജൂനിയർ ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു ടാസ്ക് ഉണ്ട്. എൻ്റെ മേക്കപ്പ് ടീമിലും ഒരു ഹെഡ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ഷീ ഹാസ് വൺ സെറ്റ് ഓഫ് തിങ്സ് ടു ഡു. പർച്ചേസ് ഒരാൾ ചെയ്യും, മറ്റേത് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഐ ഹാവ് ഓൾസോ ബീൻ ഏബിൾ ടു ഐഡൻറ്റിഫൈ പീപ്പിൾ ഹു ആർ മോർ റീസോഴ്സ്ഫുൾ ദാൻ ജസ്റ്റ് വാട്ട് ദേ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ്. അതായത് അവർ ഇരിക്കുന്ന റോളിൽ ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുക, അപ്പോയിൻമെൻറ്റ്സ് എടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ റോള്. പക്ഷേ അടുത്ത ദിവസം ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നമ്മുടെ വെൻഡേഴ്സിൻ്റെ അടുത്ത് ബാർഗെയിൻ ചെയ്യാൻ ഇദ്ദേഹത്തിന് അറിയാം. ഒരുപക്ഷെ ഞാൻ ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ നന്നായിട്ട് ഇദ്ദേഹത്തിന് അത് ചെയ്യാൻ അറിയാം. എൻ്റെ അക്കൗണ്ടൻറ്റിന് അതുപോലെ തന്നെ വിത്തിൻ ദ ഫേം ക്യാഷ് ഫ്ലോ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടതെന്ന് അറിയാം. സോ അതുപോലെ നമ്മൾ വളരെ ഈസിലി മിസ്സായി പോകുന്ന ചില മൈനർ കാര്യങ്ങൾ പുള്ളിക്കാരത്തേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയാം. പിന്നെ എൻ്റെ സെക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്നോട്ട് ഒരു വളരെ പ്രൊഫഷണൽ മെഡിക്കൽ സെക്ടറും അതുപോലെ തന്നെ മേക്കപ്പ് സെക്ടറും ആകുമ്പോഴേക്കും മൈ ടീം ഇസ് പ്രഡോമിനൻ്റ്ലി ഗേൾസ് വളരെ റിസോഴ്സ്ഫുൾ ആണ്. ഫ്രണ്ട് ഡെസ്കിലിരുന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന ആൾക്ക് ഞാൻ നോക്കിയപ്പോൾ വളരെ ഭംഗിയായിട്ട് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ അറിയാം. സോ ഐ സെഡ് ഓക്കെ, ഇഫ് യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്, ഇഫ് യു മേക്ക് ഇറ്റ് ഫോർ മീ ഐ വിൽ പേ യു ഫോർ ഇറ്റ്. അപ്പോൾ ഞാൻ അവരെ ഇൻസെൻറ്റിവൈസ് ചെയ്യും. അവർ ചെയ്യുന്ന ഓരോ അഡീഷണൽ ടാസ്കിനും അവരെ ഇൻസെൻറ്റിവൈസ് ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ ഫേമിൽ വളരെ ഓപ്പണായിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ദർ ആർ എ ലോട്ട് ഓഫ് വേസ് ഇൻ വിച്ച് യു ക്യാൻ ഏൺ ആൻഡ് യു ക്യാൻ ഗോ അഹെഡ്. പക്ഷേ ഹൗ വെൽ യു വാണ്ട് ടു യൂസ് ദറ്റ് ഓപ്പർച്യൂണിറ്റി അത് നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ ആരെയും കമ്പൽ ചെയ്യില്ല. നിങ്ങൾക്കിപ്പോൾ 9 to 5 ചെയ്ത് മാത്രം എക്സിസ്റ്റ് ചെയ്താൽ മതിയെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ആ 9 to 5 ചെയ്യേണ്ട ടാസ്കുകൾ ചെയ്യുക. അല്ല, നിങ്ങൾക്ക് അതിലും കൂടുതൽ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്, ഐ വിൽ സപ്പോർട്ട് ദാറ്റ് ഓൾസോ. അപ്പോൾ അങ്ങനെ ആ ഇൻഡിവിജ്വലി ഉള്ള ആൾക്കാരിൽ കൂടുതൽ റിസോഴ്സ്ഫുൾനെസ് കണ്ടുപിടിക്കുകയും അതിൽ അവരെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വാല്യൂ എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന കസ്റ്റമേഴ്സിന് മാത്രമല്ല, നമ്മളുടെ ടീമാണ് എല്ലാം. നമ്മൾ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഫേം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ ടീമിലെ ഓരോ പ്ലെയറും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരെ നമ്മൾ ഈ ഒരു ലീഡർഷിപ്പ് റോളിൽ ആദ്യം കയറുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാം, ഫുൾ ടൈം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നാച്ചുറലി നമ്മൾ ചിലപ്പോൾ നല്ല ലീഡേഴ്സ് ആയിരിക്കില്ല. അത് പയ്യെ ആ ക്വാളിറ്റി ബിൽഡ് ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ ക്രിറ്റിസിസം കുറച്ച് അപ്ലോഡ്സ് ഇച്ചിരി കൂട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനോ നമ്മൾ പഠിക്കത്തുള്ളൂ. ബട്ട് ഐ റിയലൈസ് ദാറ്റ് അത് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് ഈ ടീം സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം നമ്മളൊരു കാര്യം ചെയ്തു, ഐ ആസ്ക് തൗഫിക് ടു ഡു സംതിങ്, തൗഫിക് ഡിഡ് സംതിങ് ഇൻ ഫ്രണ്ട് ഓഫ് മാത്യു. ഞാൻ തൗഫിക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുവാണ്. നാളെ തൗഫിക് വീണ്ടും 2 more തിങ്സ് ചെയ്ത് എന്നെ കുറച്ചുകൂടെ ഇമ്പ്രസ് ചെയ്യാനേ നോക്കത്തുള്ളൂ. അത് ഓൾ ഇൻ ഓൾ ആ എൻറ്റയർ ഫേമിൽ എൻഡ് റിസൾട്ട് വളരെ നല്ലതായിരിക്കും. നമ്മൾ ഇങ്ങനെ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ യെസ്, ഈ പറഞ്ഞോട്ടോ ടീമുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ എല്ലാവരും കുറച്ചൊന്ന് ലാക്സ് ആവാനുള്ളൊരു ടെൻഡൻസിയും ഉണ്ട്. ആ ലാക്സ് ആകുന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ടീം മാറിയിട്ടില്ല, അതേ ആൾക്കാർ തന്നെയാണ് ഈ ടീമിൽ ഇരിക്കുന്നത്. പക്ഷേ അവരുടെ സൈഡിൽ നിന്ന് ചെറിയൊരു ഉഴപ്പ് വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ പോലും ഒഫൻഡ് ചെയ്യാതെ അതിനെ ടേൺ ചെയ്തെടുക്കുക എന്നുള്ളത് അതും ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ വരേണ്ടത്. അത് നമ്മൾ അത് ചീത്ത വിളിക്കാതെ ചെയ്യിപ്പിക്കാന്ന്. ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ അതൊരു കംപ്ലീറ്റ് ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോസസ്സിൽ കൂടെ ആണ് ഇതിലോട്ടെല്ലാം വന്നിരിക്കുന്നത് അല്ലേ? റൈറ്റ്. ഈ ഒരു പ്രോസസ് സെറ്റ് ചെയ്യുന്നതിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എപ്പോഴാണ് മനസ്സിലായത്? ഞാൻ ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ തന്നെ പ്രോസസ്സസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ വിളിച്ചിട്ട് അവർക്ക് ഒരു പെർട്ടിക്കുലർ ഡേറ്റിലോട്ട് ഒരു സർവീസ് വേണമെന്ന് പറയുന്നു. നമ്മൾ ആ ഡേറ്റ് കലണ്ടറിൽ ബ്ലോക്ക് ചെയ്തിട്ട് ആ കസ്റ്റമറിൻ്റെ പേര്, ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിൽ ചെയ്ത ഒരു സിമ്പിൾ കാര്യമാണ്. ബിഫോർ ഞാൻ പറഞ്ഞില്ല, എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഐ എം നോട്ട് വെരി ടെക് സാവി. എൻ്റെ ഒരു സിമ്പിൾ അപ്പോയിൻമെൻറ്റ് സിസ്റ്റം എന്താണെന്നറിയോ? ഒരാൾ വിളിച്ച് ഒരു എൻക്വയറി ചെയ്തു, ഡേറ്റ് ഞാൻ ചോദിച്ചു. ഞാൻ ആ കോൺടാക്റ്റ് സേവ് ചെയ്യുമ്പോൾ ഡേറ്റും
ആ പ്രോബബ്ലി അവരുടെ ലൊക്കേഷനും ഉൾപ്പെടെയാണ് ഞാൻ ആ കോൺടാക്ട് നമ്പർ സേവ് ചെയ്യുന്നത്. ഇറ്റ് വിൽ സേ മാത്യു January 10th 2025 എൻക്വയറി. അപ്പൊ എന്നാ പരിചയപ്പെട്ടത് 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അതേ ഡേറ്റിലത്തേക്ക് വേറൊരാൾ എന്നെ വിളിച്ച് എൻക്വയറി ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് ലിസ്റ്റ് ആയിരുന്നു ആദ്യം എടുത്ത് നോക്കുന്നത്. അപ്പൊ കോൺടാക്ട് ലിസ്റ്റിൽ ഞാനിത് ഒന്ന് ഡേറ്റ് ടൈപ്പ് ചെയ്താൽ എനിക്ക് കോൺടാക്ട് ഉണ്ടെങ്കിൽ സോറി ഓൾറെഡി ഒരു അങ്ങനെ. സോ അത് ഞാൻ പോലും അറിയാതെ ക്രിയേറ്റ് ആയ ഒരു പ്രോസസ്സാണ്. പിന്നീട് ഈ ഫേം ഒക്കെ ആയി കഴിഞ്ഞാണ് കാലണ്ടേഴ്സ് യൂസ് ചെയ്യാൻ പഠിച്ചത്. എഫിഷ്യന്റ് വേ അല്ലെങ്കിലും കാര്യം നടന്നു. അതെ, എഫിഷ്യന്റ് അല്ല, പക്ഷെ ഇറ്റ് സ്റ്റിൽ ഗെറ്റ്സ് ദ ജോബ് ഡൺ. ദാറ്റ് വാസ് ദ ഇനീഷ്യൽ തിങ് ദാറ്റ് ഐ യൂസ് ടു ഡു. പക്ഷെ പിന്നെ ഇപ്പൊ ആയപ്പോഴേക്കും ഒരു പ്രോപ്പർ കാലണ്ടർ ആപ്പ് ഉണ്ട്, ഒരു പ്രോപ്പർ വി സ്റ്റാർട്ടഡ് യൂസിങ് സോഫ്റ്റ്വെയർ ഫോർ ദിസ്. പിന്നീട് നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മൾ മാത്രമായിരിക്കില്ല ചിലപ്പം ഈ ഒരു കോള് റിസീവ് ചെയ്യുന്ന ആള്, നമ്മൾ അതിനു വേണ്ടിയിട്ടും ഡെലിഗേറ്റ് ചെയ്യണം. ചിലപ്പോൾ ആ റോളിലേക്ക് എക്സാക്ട്ലി അവിടെ ചിലപ്പോൾ 2 പേര് വരും. അപ്പൊ അതിൽ ആരാ ഇത് എടുത്താലും ഇറ്റ് ഷുഡ് ബി ദ സെയിം പ്രോസസ്. അപ്പൊ കസ്റ്റമറിന് ഒരു കൺഫ്യൂഷൻ തോന്നത്തില്ല. സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന മിക്കപ്പോഴും നമ്മളെ പോലെ ഈ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ബിസിനസ്സിലോട്ട് കയറുന്നവർക്ക് ഇതുപോലുള്ള ജാർഗൻസ് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ്, ഒരു ഇച്ചിരി അപ്രിഹെൻസീവ് ആവും നമ്മൾ. പ്രോസസ്, സിസ്റ്റംസ്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ എന്തോ വലിയ സംഭവങ്ങൾ പോലെ തോന്നും. എന്നാൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇത്രേ ഉള്ളൂ, നമ്മൾ പണി എളുപ്പമാക്കുക. അതെ, നമ്മൾ പണീനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ ആർക്കെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ എല്ലാവരും ഇതിനോട് ഈ പ്രോസസ് സെറ്റിംഗ് എന്നുള്ളതിന് കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. ഒരു ഫൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതെ, നമുക്ക് ബാക്കിയുള്ളവർക്ക് ഇവിടെ വർക്ക് കൊടുക്കുക, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ടൈം കിട്ടും, പുതിയ കാര്യങ്ങൾ ചിന്തിക്കാം, അടുത്ത കാര്യത്തിലോട്ട് പോകാൻ പറ്റും. അല്ലാതെ ഞാൻ തന്നെ എല്ലാ ദിവസവും ചായ ഇടാൻ കഴിഞ്ഞാൽ നടക്കത്തില്ല. ഫ്രീ ടൈം എന്ന് പറയുന്നത് സ്വപ്നമാണ് guys. ഞാൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. അവിടെ എത്തുമ്പോൾ നമ്മൾ ഫ്രീ ടൈമിനെ കുറിച്ച് ഞാനും മാത്യു കൂടെ ഓക്കെ നീ ഇന്ന് ഇത് ചെയ്യും, ഞാനിന്ന് ഇത് ചെയ്യും, ഫുൾ അടിയാ, നീ അത് ചെയ്തോ, ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ചു, ആണോ, അപ്പൊ തെറിവിളിയായി, അടിയായി. അവസാനം ഇതൊരു മൊത്തം ഒരു പ്രോസസ്. അതെ, ഇത് നീ ചെയ്യേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്, ഞാൻ ചെയ്യേണ്ടത് ഇതാണ്, ഇതെല്ലാം വന്നപ്പോൾ എല്ലാവർക്കും ക്ലാരിറ്റി ആയി. ആൻഡ് വി യൂസ് ലൈക്ക് വേരിയസ് ആപ്സ്. ഞങ്ങൾ ഭയങ്കര അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ അതിൻ്റെ അകത്ത് ഏത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡിസൈൻ വർക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ സംഭവമാണ് വരുന്നതെങ്കിൽ അതിനകത്ത് മൈന്യൂട്ട് അതിനകത്ത് ഈ സാധനത്തിൽ ഇത്ര സമയത്തിൽ ഈ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം എന്നുള്ള സാധനത്തിലോട്ടാണ് ഞങ്ങളുടെ പ്രോസസ്സ്. അത്ര ഡീറ്റെയിൽ പ്രോസസ്സിലോട്ട് ഞങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുക. നമ്മളും തുടക്ക സമയത്ത് തന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ആലോചിച്ച് തുടങ്ങിയത് സിസ്റ്റം, പ്രോസസ്സ്, എന്താണ് സാധനം, ഇത് എവിടെ പഠിക്കാൻ പറ്റും, ബുക്സ് ഉണ്ടോ ഇതിനെപ്പറ്റി, അങ്ങനെ ഞാൻ അതിലോട്ട് വരുന്ന അങ്ങനെ ഒത്തിരി വീഡിയോസ്, യൂട്യൂബ് വീഡിയോസ്, അതുപോലെ ബുക്സ്. അപ്പം നമ്മുടെ റോബർട്ട് കിയോസാക്കിയുടെ ബുക്സ്. സോ ഇതിലൊക്കെ ക്യാഷ് ഫ്ലോ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ഫ്ലോ ഉണ്ട്. അത് മനസ്സിലാക്കി ഇതിനെപ്പറ്റി ഇങ്ങനെ ഇറങ്ങി നടന്നാണ് അവസാനം അതിലോട്ട് എത്തിയത്. ഇത് സിസ്റ്റം സെറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു ടൈമും ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെങ്കിൽ വ്യത്യാസമാണ്. അതായത് ഒന്ന് പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവില്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ കോൺടാക്ട് ലിസ്റ്റിൽ ഈ പേരും നമ്പറും ഡേറ്റും അപ്പൂപ്പന്റെ പേരും ഒക്കെ സേവ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇപ്പൊ ഒരു സിമ്പിൾ കാലണ്ടർ ആപ്പ് ഓപ്പൺ. എനിക്ക് എന്റെ ഫ്രണ്ടിൽ എപ്പോഴും ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ആണ്. ഞാൻ കമ്പ്യൂട്ടറൊക്കെ ഭയങ്കരമായിട്ട് വിരോധിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് മറ്റേതൊന്നും പറ്റുകയില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്ന് തന്നെ ഇപ്പൊ കയറി വരുന്ന വഴിക്ക് എന്റെ ഫോൺ ഒന്ന് സ്റ്റക്കായി. മാത്യു ഹാഡ് ടു സേവ് മീ. എനിക്ക് എന്റെ ഫോൺ ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ടെക്നോളജിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് വരെയും യൂസ് ചെയ്യാം. ലൈക്ക് ഐ ഓണസ്റ്റ്ലി ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് ഐ എം ഗുഡ് അറ്റ്. ടെക്നോളജി ഈസ് ജസ്റ്റ് നോട്ട് വൺ ഓഫ് ദം. ഓക്കെ, ഹൗഎവർ എനിക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിജിറ്റൽ കാര്യങ്ങളുണ്ട്, യുനോ, വിച്ച് ആർ ഈസി ടു യൂസ്. പലപ്പോഴും പലർക്കും പറ്റുന്ന എന്താ പറയുക, ഇപ്പം ആസ് എൻ ഓൺടർപ്രണർ വൺ ഓഫ് ദ തിങ്സ് ഇസ് അൺലൈക്ക് നമ്മൾ റെഗുലർ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്തിട്ട് ആ പ്രൊഫഷനിലോട്ട് കയറുന്നതിനെക്കാട്ടിലും ഒരു ഓൺടർപ്രണർ എന്ന് പറയുമ്പോഴേക്കും ഏജ് നോ ബാർ സിസ്റ്റമാണ് അവിടെ. ചിലർ 16 ഇയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, ചിലർ 46 ഇയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, ചിലർ മച്ച് ലേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ബട്ട് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഇസ് ഇതിൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും ഇത്തരത്തിലുള്ള ന്യൂ സാധനങ്ങൾ, യുനോ, ലൈക്ക് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, യുനോ, അക്കൗണ്ടിങ് സിസ്റ്റംസ് ആയിക്കോട്ടെ, ഇതൊക്കെ പഠിക്കാനും എംബൈബ് ചെയ്യാനും ഒരു ഓപ്പൺ മൈൻഡ്നെസ്സോട് കൂടി തന്നെ നമ്മൾ ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്യാവുള്ളൂ. അല്ലാതെ മൈ ഹസ്ബൻഡ് സേസ് ദിസ്, കാരണം എൻ്റെ ഫേമിലും ഈ പറഞ്ഞ ഡിജിറ്റൈസേഷൻ വാസ് എ ബിഗ് ഹേർഡിൽ. അതൊരു ഭയങ്കര ഹേർഡിലാണ്. കാരണം ഒന്നാമത്തെ ഈ പറഞ്ഞോട്ട് ഐ വർക്ക് വിത്ത് ഡോക്ടേഴ്സ്, നഴ്സസ്, ഐ വർക്ക് വിത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പം നമ്മൾ എല്ലാവരും ഈ പറഞ്ഞോട്ട് വെരി ഫ്യൂ ഓഫ് us കം ഫ്രം എ ഡിജിറ്റൽ ബാക്ക്ഗ്രൗണ്ട്. ഐ ഹാവ് ഓൺലി വൺ അസോസിയേറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഹൂ ഇസ് ആൻ M.Tech ഗ്രാജുവേറ്റ്.
അപ്പോൾ ഔട്ട് ഓഫ് ദ എൻറ്റയർ ലോട്ട് പുള്ളിക്കാരത്തേക്ക് മാത്രമാണ് കുറച്ചെങ്കിലും സിസ്റ്റം യൂസ് ചെയ്ത് ഒരു ഇച്ചിരി പരിചയമുള്ളത്. ബാക്കി ആരും തന്നെ ഇതിലില്ല. അപ്പം നമ്മൾ നോർമലി ഒരു ട്രഡീഷണൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ക്ലിനിക് എന്ന് പറയുമ്പോഴേക്കും ഒരു 100 ബുക്സ് ഉണ്ട്. ലിറ്ററലി റെക്കോർഡ് ബുക്സ് പോലത്തെ സാധനങ്ങളുണ്ട്. കോൾ രജിസ്റ്റർ ഒരു ബുക്കാണ്, നമ്മൾ ഇൻവെൻട്രി ഒരു ബുക്കാണ്, പിന്നെ അക്കൗണ്ടിൽ ക്യാഷ് ഫ്ലോയ്ക്ക് വേണ്ടി മാത്രം ഒരു ബുക്കുണ്ട്, പിന്നെ ടാസ്ക് കൊടുക്കുവാണെങ്കിൽ അതിനൊരു ബുക്കുണ്ട്. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ ഒരു ടെൻഡൻസി. എന്ത് ചെയ്താലും നമ്മൾ ബുക്കിൽ എഴുതി കൊണ്ടുവരില്ല. ഒരു 3 ദിവസം നമ്മൾ ഈ നോട്ട്ബുക്ക് കാണുമ്പോൾ നമ്മൾ ആസ് ലീഡേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. ആസ് ഫൗണ്ടേഴ്സ് എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. 4ാമത്തെ ദിവസം തൊട്ട് ബുക്കിന്റെ പാട്ടിന് പോകും. 5ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ആ ടേബിളുമേ ബുക്ക് തട്ടിയിട്ട് നടക്കാൻ മേല. അമ്മാതിരി അവസ്ഥയാണ്. സോ മൈ ഹസ്ബൻഡ് ഓൾവേസ് യൂസ് ടു സേ ദിസ്, ഈ എഴുത്തുകുത്ത് എന്ന് നിർത്തുന്നോ അന്ന് നമ്മൾ വളരും. അപ്പൊ ഞാനിങ്ങനെ പറയും, പക്ഷെ എഴുത്തുകുത്തില്ലാതെ ഞാനേ ഇങ്ങനെ ഈ റിട്ടൺ ഡൗൺ ടാലി മറ്റേ ഡയറിക്കകത്ത് എഴുതി വെക്കുന്ന ആളായിരുന്നല്ലോ. ബട്ട് ദ മൊമെന്റ് പുള്ളി ഇൻസിസ്റ്റ് ചെയ്തത് ഞങ്ങൾ അടിവെച്ച് മറ്റേ ഐ എം ലൈക്ക് ഐ കാൻ ഡു ദിസ്, ഐ ഹാവ് ലോട്ട് ഓഫ് അതർ തിങ്സ് ടു ഡു. കാരണം അപ്പോഴും ഡെലിഗേഷൻ പഠിച്ചിട്ടില്ല, അപ്പോഴും എല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യണമെന്നാണല്ലോ. അപ്പോൾ എല്ലാം പറഞ്ഞിട്ട് അവസാനം വളരെ ഹെസിറ്റേറ്റ് ചെയ്ത് വളരെ റെസിസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ പുള്ളി ആ ഫേമിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഒരു ഇലക്ട്രോണിക് റെക്കോർഡ് സിസ്റ്റം വെച്ചു, ഒരു ഇലക്ട്രോണിക് ഈ അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ഇൻവെൻട്രി സിസ്റ്റം വെച്ചു. ഇപ്പോൾ വെരി ഓണസ്റ്റ്ലി ഐ ഡോണ്ട് ഇവൻ ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഈ 1 വർഷം മുന്നേ എങ്ങനെയാണ് നമ്മളിത് ഓടിച്ചതെന്ന് തോന്നും. ഇതൊന്നും ഇല്ലാതെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് തോന്നും. ഇന്നിപ്പോൾ സപ്പോസ് എന്നോട് പറയുവാണ് ഈ കലണ്ടർ സിസ്റ്റം ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ബുക്ക് എടുത്ത് എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയ്യോ പറ്റത്തില്ല, എനിക്ക് മറ്റേത് മതി എന്നാവും. സോ യെസ്, പ്രോസസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഫേം തുടങ്ങി കഴിയുമ്പോൾ ഇല്ലേ, ഇപ്പം നിങ്ങൾ 2 പേരും ഫൗണ്ടിങ് മെമ്പേഴ്സാണ് നിങ്ങളുടെ ഫേമിൽ. ബാക്കിയുള്ള മെമ്പേഴ്സ് നമ്മൾ വളരെ ലക്കി ലീഡേഴ്സ് ആണെങ്കിൽ ഫോർ എവർ നമ്മുടെ കൂടെ ചേരുന്ന ടീം മെമ്പേഴ്സിനെ കിട്ടും. പക്ഷേ അങ്ങനെ കിട്ടാത്ത അവസ്ഥയാണ് കൂടുതലും കാണുന്നത്. എപ്പോഴും ആൾക്കാർ അതിൽ മാറിക്കൊണ്ടിരിക്കും. 1 person ഹൂ ഗെറ്റ്സ് അലോങ് വിത്ത് അസ്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് വളരെ സിങ്ക് ആവുന്ന ആൾക്കാർ വളരെ റെയർലിയേ കിട്ടാറുള്ളൂ. ചിലപ്പോൾ അത് കിട്ടാൻ കുറച്ചധികം സമയം എടുക്കും. അത് കിട്ടുന്നത് വരെ ആ റോളിലേക്ക് ആര് വന്നാലും ഇതേ ടാസ്കുകൾ ഈ ഒരു എൻറ്റയർ സിസ്റ്റം ഒരു മെഷീൻ പോലെ റൺ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ പ്രോസസ്സസ് വളരെ വളരെ എക്സാക്ട്ലി. ആൻഡ് ഈവൻ ആ ട്രെയിനിങ്ങിന് വരെയും പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ശ്രുതിയുടെ ബിസിനസ്സിൽ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്താണ് എന്ന് ഇംപ്ലിമെന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന സാധനം തന്നെയാണ്, അല്ലാതെ പുതിയതായിട്ട് ഞാനൊരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പക്ഷേ വൺ എക്സലന്റ് തിങ് ദറ്റ് ഐ ഹാവ് ബീൻ ഏബിൾ ടു യൂസ് ഇസ് ആർ കലണ്ടർ ആപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിൽ ഹെവിലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. മെയിൻ തിങ് ഈസ് ഇതിനകത്ത് എൻ്റെ സോഷ്യൽ മീഡിയ മാനേജറും ഇതിനകത്ത് ഉണ്ട്, എൻ്റെ അഡ്മിനും ഇതിനകത്തുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഇതിനകത്തുണ്ട്, ആൻഡ് എൻ്റെ ഈ അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നവരും ഇതിനകത്തുണ്ട്. സോ ബേസിക്കലി എവ്രിബഡി നോസ് ഓൺ എ സർട്ടൻ ഡേറ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എം ഐ ഇൻ ദ സിറ്റി, എം ഐ നോട്ട് ഇൻ ദ സിറ്റി, വാട്ട് ടൈം ഡു ഐ ഗെറ്റ് ഇൻ ടു മൈ ഫേം, അത് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഇവർക്ക് എല്ലാവർക്കും അറിയാം. സോ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് ഫോൺ കോൾസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അൺനെസസറി ആയിട്ട്. അല്ലെങ്കിൽ മാഡം ഇന്നുണ്ടോ ഇന്നില്ലയോ, നാളെ അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ പാടുണ്ടോ ഇല്ലയോ, ആ സംഭവങ്ങൾ. പിന്നെ അനദർ തിങ് വെരി ഇമ്പോർട്ടൻറ്റ്, പല ഫേംസിലും ചെയ്യാത്തത് ആർ ടീം മീറ്റിംഗ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മന്ത്ലി വൺസ് ഉള്ള എല്ലാവരും കൂടെ ഇരുന്ന് വാട്ട് ഡിഡ് വി ഡു ഓവർ ദ പാസ്റ്റ് മന്ത്, വാട്ട് ആർ വി ഗോയിങ് ടു ഡു ഫോർ ദ നെക്സ്റ്റ് മന്ത് എന്നുള്ള ആ ഒരു പ്ലാൻ ഇടുക. ഈ സാധനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. പണ്ടൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. എപ്പോഴും നമ്മളിപ്പോൾ ഒരു ഓഫീസിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ 9 times out of 10 ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു കോൺഫറൻസ് റൂമിൻ്റെ ഒരു മീറ്റിംഗ് ടേബിളും ഒരു മീറ്റിംഗ് റൂമിന്റെയും പിക്ചറാണ്. എന്തിനാ ഈ സമയം, എന്ത് പ്രശ്നം സജി, പണിയെടുക്കാനാണോ വരുന്നത് അതോ കത്തിയടിക്കാനാണോ വരുന്നത്? മനസ്സിലായി. ഏറ്റവും ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം. ഇപ്പോൾ എത്ര വർഷമായി നമ്മൾ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞ? 2020 ഞാൻ എന്റെ ഫേം തുടങ്ങിയത്. അതുവരെ ഞാൻ ഒറ്റയാളായിട്ട് ഇങ്ങനെ ഓടി എല്ലായിടത്തും ചലനം മുതൽ മരണം മുതൽ എല്ലാം. അതെ അതെ. ഈ ഒരു ജേണിയിൽ ഇപ്പോൾ ഇതിപ്പോ ഇതായിട്ട് തുടങ്ങിയത് നോക്കണ്ട, സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇതുവരെയുള്ളതിൽ ഒരു ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ പ്രൗഡ് അച്ചീവ്മെന്റ് എന്തായിരുന്നു? പ്രൗഡ് അച്ചീവ്മെന്റ് എനിക്ക് എന്നിൽ തന്നെ ഉണ്ടായ ചേഞ്ചസ് ആണ്. ഞാൻ നന്നായി മറ്റെന്താന്നറിയോ, ഞാൻ ചില സമയങ്ങളിൽ മനുഷ്യരോട് സംസാരിക്കത്ത് പോലുമില്ല, പൊട്ടിത്തെറിക്കാറുള്ളത് അങ്ങനെയൊന്നല്ല. ഞാൻ മറ്റേ ഐ ഹാവ്
enough, I have had enough of people. Now I shall not have people. So I'd be like, ഇനി എനിക്ക് 2 ദിവസം നിന്റെയൊക്കെ മോഹം കണ്ട് മടുത്തു. സത്യം അതൊക്കെയായിരുന്നു. ഞാൻ എന്നോട് തന്നെ ത്രോ ചെയ്യാറുള്ള കുറെ ടാൻട്രംസ് ഒക്കെ ഉണ്ട്. മറ്റേ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പം അടങ്ങി. വേറെ ആൾക്കാരുമായിട്ട് നമ്മൾ ഒത്തിരി ഇന്ററാക്ട് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, നമ്മൾ തന്നെ കുറച്ചധികം ഫ്രം അവർ ഹൈ ഹോഴ്സ് വിൽ സ്റ്റെപ്പ് ഡൗൺ എ ബിറ്റ്. അപ്പോൾ അതാണ് എനിക്ക് എന്നിൽ തന്നെ ഉണ്ടായ ഏറ്റവും നല്ല ചേഞ്ച്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞോട്ട് ഒരുപാട് ലേൺ ചെയ്തു ടു ആൻ എക്സ്റ്റെൻറ്റ് വെയർ ഞാൻ ശരിക്കും ഒന്ന് ആഗ്രഹിച്ചു പോയി ബിസിനസ് കോഴ്സസ് എന്തെങ്കിലും പഠിച്ചാൽ മതിയായിരുന്നു. ഒരുപാട് വായിക്കുമെങ്കിലും നമുക്കിപ്പോൾ വായിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് ഈ ഇൻറ്ററാക്ഷൻസിലൂടെയാണ്. നമ്മൾ പലപ്പോഴും ഇതുപോലെ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബിസിനസ്സിലോട്ട് വരുന്നവരും വേറെ എന്തെങ്കിലും പഠിച്ചിട്ട് ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നവരും ഒക്കെ വളരെ കുറച്ച് പേര് മാത്രമേ ഒരു സർട്ടിഫിക്കറ്റ് ഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാറുള്ളൂ. നമ്മൾ വളരെ പ്രാക്ടിക്കലി പഠിക്കുന്നവരാണ്. റിയൽ ലൈഫിൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതൊന്നും പഠിക്കാതെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ഇതെന്നാലും അതെങ്ങനെയായിരിക്കും വർക്ക് ആവും, ഇത് പഠിച്ചിരുന്നെങ്കിൽ മനസ്സിലായേനെ. അപ്പോഴാണ് ഈ പഠിക്കുന്ന സാധനങ്ങളുടെ കാര്യം മനസ്സിലായത്. അതെ, അപ്പോഴാണ് ഇതിന്റെ വാല്യൂ മനസ്സിലാവുന്നത്. പക്ഷെ അതെല്ലാം നമ്മൾ പക്ഷെ അതിൽ വേറൊരു സൈഡും കൂടെ ഉണ്ട്. ഞാൻ ഈ ഫോട്ടോഗ്രാഫി പഠിക്കാനായിട്ട് കഷ്ടപ്പെട്ട കാശൊക്കെ കൊടുത്ത് കോളേജിൽ പോയി ചേർന്നു. അവിടുന്ന് ഒരു തേങ്ങ ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറെ സത്യം. ലൈക്ക് 6th സെമസ്റ്ററിലും ന്യൂസ് പേപ്പറിന്റെ ഹെഡിങ്ങിന്റെ ഫോണ്ടിന്റെ സൈസ് എത്ര, എനിക്ക് ഇതുവരെ ആ സാധനങ്ങൾ ഉപയോഗം വന്നിട്ടില്ല. Today I shared a story on Instagram that says, I'm so glad I thought, I was taught parallelograms instead of taxing. It's become very useful during this parallelogram season. അതാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രോബ്ലം. പൈതഗോറസ് തിയറം എന്തിനാ പഠിച്ചത്? ആ സമയത്ത് ടാക്സ് ചെയ്യാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്തോരം ഉപകാരപ്പെട്ടു. മണി മാനേജ്മെന്റ് ഇതൊന്നും പഠിച്ചില്ല. പക്ഷെ ഇത് പ്രാക്ടിക്കലി ചെയ്ത് പഠിച്ചപ്പോൾ അതിന് വേറൊരു ലെവലിലൊരു ഇതുണ്ട്. അപ്പൊ I want to ask something very important to you guys. നിങ്ങളും എന്നെ പോലെ തന്നെ ഒരു ഫ്രീലാൻസ് കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ്. വളരെ റീസെൻ്റ്ലി ആണ് നിങ്ങൾ ഒന്ന് സ്ട്രക്ചേർഡ് ആയത് തന്നെ. ആസ് ഫാർ ആസ് ഐ ന്യൂ നിങ്ങളൊരു ഓഫീസ് സ്പേസ് പോലും ഇല്ലാതെ ലിറ്ററലി പറന്ന് വർക്ക് ചെയ്തവരാണ്. വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് യു ഫേസ്ഡ് വെൻ യു ഹാഡ് ടു കേജ് യുവർ സെൽഫ്? അതായത് ഈ പറക്കലിൽ നിന്നും ഫ്രീഡം പോയി. അത് ശരിക്കും ബഗ് ചെയ്തിട്ടുണ്ടോ? ആൻഡ് വേറൊരു കാര്യം ചോദിക്കാം, ഇതും ഒരുപാട് പേർക്ക് റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും. എന്താണെന്നറിയോ, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനി പെനി യു മേക്ക് ഇസ് ജസ്റ്റ് ഫോർ യു. സോ നമ്മുടെ കയ്യിൽ ഒത്തിരി ഇൻകം ഇങ്ങനെ വന്നിട്ടേ ഇരിക്കും. ആൻഡ് യു ക്യാൻ അഫോർഡ് എനിത്തിങ് അണ്ടർ ദ പ്ലാനറ്റ്. ടെൽ മീ, ഡിഡ് യു ഹാവ് ദാറ്റ് ഹേർഡിൽ ടു? സ്വാഭാവികമാണ്. പക്ഷെ ലൈക്ക് നമുക്ക് നേരത്തെ ഇത്ര രൂപ വന്ന് അത് മൊത്തം എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുന്ന ഇത്രയും പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, പക്ഷെ അന്ന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ദർ ഇസ് എ ലിമിറ്റ് ഓഫ് ഹൗ മച്ച് യു ക്യാൻ മേക്ക്. മാക്സിമം ഇത്രേ പറ്റത്തുള്ളൂ. ഒരു മാസം 30 ദിവസം ഷൂട്ട് പോവാം, അതിപ്പോൾ കൂടുതൽ പറ്റത്തില്ല. പക്ഷെ ഇഫ് യു ഹാവ് എ ടീം വിത്ത് യു, ഇഫ് യു ഹാവ് ലൈക്ക് 10 people who are similarly, അല്ലെങ്കിൽ ഒരു 80% up to your mark, we can actually take 300 projects in 1 month. Absolutely. സോ ആ ലെവൽ ഓഫ് സ്കെയിലിംഗ് അപ്പ് ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടും ടീമിൽ ഇൻവെസ്റ്റ്. പക്ഷെ അതിലോട്ട് വരാൻ ഒത്തിരി ടൈം എടുക്കും അങ്ങനെ ചിന്തിക്കാനായിട്ട്. ശരിക്കും എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വരുന്ന മണി ഒരു കമ്പനി അക്കൗണ്ടിലോട്ട് ഇടണം. അത് നമുക്ക് തോന്നിയ പാട് ചെലവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഭാരത് മാതാ കി. ഇതുപോലെ നമ്മളൊരു ചായ കുടിച്ച ബില്ലിടണം, ഒരു സാധനമായി അതെ ഞാൻ ഇങ്ങനെ വാങ്ങിച്ചോട്ടെ, അക്കൗണ്ട്സിൽ വിളിക്കുക, അപ്രൂവൽ എടുക്കുക. ഈവൻ നമ്മളാണ് മുതലാളിമാരെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ വിളിച്ച് അതിലുണ്ടാകുന്ന ഗുഡ് തിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി. അതെ, അക്കൗണ്ടബിലിറ്റി വേണം. അതുപോലെ നമുക്ക് പ്രോസസ്സസ് ലൈക്ക് സെഡ് അത് വേണം. നമുക്കൊരു ടീം വേണം. നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ശരിക്കും വളരാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഒറ്റയാൾ പടയായിട്ട് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കഴിയുന്നതും ആ ഒരു എൻറ്റയർ എസ്റ്റാബ്ലിഷ്മെന്റ് അവിടെ അങ്ങ് കഴിഞ്ഞു, പനി പിടിച്ച തീർന്നു. അതാ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ കമ്പനിയുടെ ഈ ഫൈനാൻസസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്കൊരു പിക്ചർ ഉണ്ടാവും, മുന്നോട്ട് എങ്ങനെ പോകാൻ പറ്റും, ഇനി എന്താ വേണ്ടേ, അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം. സോ ബേസിക്കലി എല്ലാ ബിസിനസിന്റെയും ബേസ് പൈസയാണ്. മണി മോട്ടീവ് അല്ലെങ്കിൽ പോലും നമ്മൾ ആരും, പക്ഷെ അതിൽ ആ ഒരു സാധനം ഉണ്ട്. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാരെ കൊണ്ടുവരാനായിരുന്നാലും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെ വളർത്താനായിരുന്നാലും നമുക്ക് നമ്മുടെ ബിസിനസ് വലിയ രീതിക്ക് എക്സ്പാൻഡ് ചെയ്യാനായിരുന്നാലും പൈസ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെയാണ് ഈ മണി മാനേജിങ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ
നമ്മളൊരു അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ നമ്മുടെ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്നതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നു. മനസ്സിലായി. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ എത്ര ലേസർ മെഷീൻ വെച്ചിരുന്നല്ലേ? പിന്നെ അല്ല, അല്ലെങ്കിൽ ഇവിടെ മറ്റേ ലേസർ മെഷീൻ വെച്ചിട്ട് തകർത്തനെ ഞാൻ. പക്ഷെ എന്റെ അക്കൗണ്ടിൽ സമ്മതിക്കത്തില്ല. അതെ, അല്ല, പക്ഷെ ഇതിൽ വേറെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഇഫ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ബിസിനസ് വിത്ത് ദി ഐഡിയ ഓഫ് ഗ്രോയിങ്, ഗ്രോത്ത് ആണ് നമുക്കൊരു ലെഗസി ബിൽഡ് ചെയ്യണം, നമുക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ വുഡ് സ്ട്രോങ്ലി അഡ്വൈസ് ഈ മണി എന്ന് പറയുന്ന ആ ഒരു ചിന്ത അങ്ങ് കുറച്ച് അവോയ്ഡ് ചെയ്യാം. ഫുൾ ടൈം നമ്മൾ എത്ര പ്രോഫിറ്റ് വരുന്നു, എന്താ പൈസ ഉണ്ടാക്കുന്നത്, എത്ര ബില്ല് വന്നു, അയ്യോ ഇനി അടുത്ത മാസം എത്ര പൈസ വരും, ഈ പൈസ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ ലൂസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന സമയം, നമ്മൾ അടുത്ത എന്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ ചെയ്യേണ്ട സമയം, പുതിയ അസോസിയേഷൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും, പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ നമ്മുടെ തലയ്ക്കകത്തൊരു ഗ്യാപ്പ് കാണില്ല. ക്വാളിറ്റിയും താഴെ പോകും. നമ്മൾ കോൺസ്റ്റന്റ്ലി അക്കൗണ്ട് ബാലൻസും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ആൻഡ് ദാറ്റ് ഇസ് എ വെരി റോങ് വേ ടു അപ്രോച്ച് ബിസിനസ്. എൻ്റെ അനിയൻ, അതായത് എന്നെക്കാളും 10 വയസ്സ് ഇളയതായിട്ടുള്ള എൻ്റെ അനിയൻ എന്നെ ഒരു ദിവസം ഉപദേശിച്ചതാണ്. അവൻ പറയുമായിരുന്നു, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സൊക്കെ നല്ലതാ, മനസ്സിലാവുന്നുണ്ട്, പൈസയൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഒരു മെൻറ്റർ എപ്പോഴും നല്ലതാ. ഓക്കെ ശരി, ഞാൻ ജാടായിട്ട് പറയാം, അനിയനാണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞൊരു സംഭവം, അതെ നമ്മളിപ്പോൾ ഫുട്ബോൾ കളി കാണുമല്ലോ, ഫുട്ബോൾ കളിയിൽ മെസ്സി റൊണാൾഡോ ഒക്കെ കളിക്കുന്നുണ്ട്, ഇവരൊന്നും കളിക്കാൻ അറിഞ്ഞൂടാത്ത ആൾക്കാരല്ല, അവരെല്ലാരും അടിച്ചാൽ ഗോളൊക്കെ പോവും, നല്ല കളിക്കാരാ. പക്ഷേ ഇവരെയൊക്കെ കോച്ച് ചെയ്യുന്ന ഒരു കോച്ചുണ്ട്, ഇവരൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരാളുണ്ട്. അയാൾ എപ്പോഴും സ്റ്റേജിന്റെ പുറകിൽ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന്റെ സൈഡിൽ നിന്ന് അവരോട് അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്യുന്ന കീറി വിളിക്കുന്നതാണ്. എന്തിനാ? അവർക്കറിയത്തില്ല അവരെന്ത് തെറ്റാ ചെയ്യുന്നതെന്ന്. പുറമേ നിന്ന് നോക്കുന്ന ഒരാളിന് മാത്രമേ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ അറിയുള്ളൂ. സോ എപ്പോഴും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു മെന്റർ അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്ലൈൻഡ് സൈഡ് അറിഞ്ഞ് കറക്റ്റ് ഈ കോഴ്സ് കറക്റ്റ് ചെയ്യാൻ അത്യാവശ്യം. പിന്നെ എപ്പോഴും നമുക്ക് ആസ് ഓൺടർപ്രണേഴ്സ് നമുക്ക് ഉണ്ടാവുന്ന ഒരു ചാലഞ്ചും അതാണ്, കറക്റ്റ് മെന്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. ബിസിനസ്സുകാരുടെ ഒരു കോമൺ ഫാക്ടർ എന്താണെന്ന് അറിയാം, നമുക്ക് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണിത്. നമുക്ക് ഇതിനെക്കുറിച്ച് എത്ര മണിക്കൂർ ഇരുന്ന് സംസാരിക്കാനും പറ്റും. പക്ഷേ ചിലരെന്ന് പറയുന്നത് അവരുടെ ഫീൽഡിലോ അവരുടെ സെക്ടറിലോ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് ചെറിയ കാര്യങ്ങൾ വളരെ വാല്യുബിൾ ആയിരിക്കും. അപ്പോൾ വാട്ട് യു നീഡ് ആസ് എ ലീഡർ ഇസ് ദ ക്വാളിറ്റി ടു ലിസൺ. അല്ലാതെ ഇപ്പൊ അയ്യോ മറ്റേ ശങ്കരൻ ചേട്ടൻ പറഞ്ഞു അങ്ങേരാ ബെസ്റ്റ് മെന്റർ, അങ്ങേര് പറയുന്ന കേട്ടിട്ട് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും ചേട്ടൻ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ, അത് ഉണ്ടാവരുത്. ഇപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ സാം ചേട്ടൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ പുള്ളിയാണ് പറഞ്ഞത്, ശ്രുതി നമ്മൾ ഇപ്പൊ വെൻഡേഴ്സ് ഉണ്ട്, ഇപ്പൊ എന്റെ ബിസിനസ്സിലും എനിക്ക് ഒരുപാട് വെൻഡേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്റെ ഒരു റീറ്റെയിൽ സെക്ടർ ഉണ്ട് എന്റെ ബിസിനസ്. അപ്പോൾ അവരുടെ നിന്ന് സ്ഥിരമായിട്ട് നമ്മൾ സ്റ്റോക്ക് എടുക്കാറുണ്ട്, അത് നമ്മൾ റീറ്റെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ യൂഷ്വലി ഒരു ക്രെഡിറ്റ് സിസ്റ്റത്തിലാണ് കൊടുക്കുന്നത്. അവർ നമുക്ക് അഡ്വാൻസ് ആയിട്ട് സാധനങ്ങൾ തരും, നമ്മൾ ഇതൊന്ന് സെല് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു 40 days ലൈക്ക് എ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം, ഒരു 40 day പീരീഡ് കഴിയുമ്പോഴേക്കും അവർക്കിത് നമ്മൾ ഈ പേയ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ ഒരു ഇനീഷ്യൽ ബിസിനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ ഇതെന്താണെന്ന് അറിയാം, നമ്മൾ എവിടെ നിന്നൊക്കെ ഇൻകം വന്നാലും നമ്മൾ എല്ലാം കൂടി ഇട്ടങ്ങ് കുഴച്ച് ഓക്കെ ഇവിടുന്ന് വരുന്നതിന് അവിടുത്തെ ബില്ല് പേ ചെയ്യും, അവിടുന്ന് വരുന്നതിന് ഇവിടുത്തെ ബില്ല് പേ ചെയ്യും, അങ്ങനെ ദർ വിൽ ബി പോയിന്റ്സ് വെൻ ഭയങ്കര കൺഫ്യൂസിങ് സ്റ്റേറ്റിലൊക്കെ ചെന്നെത്തും. അപ്പോൾ വെറുതെ ഒരു കാഷ്വൽ കോൺവെർസേഷൻ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത്, നമുക്ക് വലിയ ബൾക്ക് എടുക്കുന്ന വെൻഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കഴിവതും ഒരു 0 debt സിസ്റ്റത്തിൽ പോകണം. അതായത് നമ്മൾ ആദ്യം അവർക്ക് പൈസ കൊടുക്കുക, ക്യാഷ് ബിൽസ് ആക്കുക, ആദ്യം അവർക്ക് പൈസ കൊടുക്കുക, എന്നിട്ട് മാത്രം സാധനം എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് ലയബിൾ ആയിരിക്കത്തില്ല. ആൻഡ് വേറാസ് ദേ ആർ ഓബ്ലിഗേറ്റഡ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഗെറ്റ് ദ സ്റ്റഫ്. പിന്നെ പുള്ളി പറഞ്ഞെന്താ വെച്ചാൽ റീറ്റെയിൽ സെക്ടറിൽ ഇപ്പം ഈ ഇതുപോലത്തെ വെൻഡേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ അടുത്ത് അവർ ദേഷ്യപ്പെടില്ല, അല്ലെങ്കിൽ എന്താ പൈസ തരാത്ത എന്നുള്ള രീതിയിലൊന്നും അവർ സംസാരിക്കില്ല. പക്ഷേ ആവശ്യത്തിന് ഒരു സമയത്ത് ഒരു സാധനം വേണമെങ്കിൽ അവർ പറയും അയ്യോ സോറി സ്റ്റോക്ക് ഇല്ല. സോ അങ്ങനത്തെ നെഗോസിയേഷന് വേണ്ടിയിട്ട് ഈ മൈൻഡ് സെറ്റ് യൂസ് ചെയ്തിട്ടുള്ള നെഗോസിയേഷൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു വളരെ സിമ്പിൾ പോയിന്റ് ആൻഡ് ദാറ്റ് ഹാസ് ബീൻ എ ബിഗ് ചേഞ്ച് ഇൻ ദ വേ ഐ റൺ മൈ പ്ലേസ്. അതുപോലുള്ള ചെറിയ ചെറിയ പോയിന്റേഴ്സ് ആൾക്കാരുടെ നിന്ന് കിട്ടും, അതിനും നമ്മൾ മൈൻഡ്ഫുള്ളി ലിസൺ ചെയ്യണം. അത് പലയിടത്തും ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ് ചെയ്യുന്നുണ്ട്, അത് വന്നത് അടുത്താണ്. നമ്മൾ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കൊടുക്കുന്നത്. സോ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന സാധനം അതിൻ്റെതായിട്ടുള്ള രീതിക്ക് ഇത് പോസ്റ്റ് ആകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കത് കിട്ടുന്നില്ല. അന്നേരം ആ ക്ലയൻസ് നമ്മളോട് ചോദിച്ചു തുടങ്ങി ഹാൻഡിൽ ചെയ്യാവോ സോഷ്യൽ, അപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കും. ഓക്കെ അതിനെപ്പറ്റി ചിന്തിച്ചു, സോഷ്യൽ മീഡിയ വെരി ഗുഡ്. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ പറയുന്ന ഹയാത്ത് പോലുള്ള അവരൊക്കെ നമ്മുടെ ക്ലയന്റാ.
നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് ഇതുപോലെ എല്ലാ ബിസിനസ്സിലും ഇതുപോലെ ഒത്തിരി സാധനങ്ങളുണ്ട്. റൈറ്റ്. അത് നിങ്ങളിപ്പോ ഇൻഡിപെൻഡന്റ്ലി ഈ പറഞ്ഞോട്ട് പാരപ്പറന്നാണ് ഓടി നടന്നുകൊണ്ടിരുന്നെങ്കിൽ ഇതൊരിക്കലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരിക്കലും ഇപ്പൊ തന്നെ നമ്മുടെ ക്ലയന്റ് ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇത് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴേ ഓടി ഒളിക്കേണ്ട See, സമയം എനിക്ക് കഴിയും. നിങ്ങളുടെ ഇതേ രീതിയിൽ വർക്ക് ചെയ്യുന്ന വേറെയും ആൾക്കാരെ അറിയാം. ഓക്കെ, സോ ഐ വിൽ നോട്ട് ടേക്ക് നെയിംസ് ഓവർ ഹിയർ. ഒരുപക്ഷെ ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അവർക്ക് അവരെ തന്നെ മനസ്സിലാവും അടി ആവാതിരിക്കണേ കർത്താവ്. ഇതേ മോഡ്യൂളിലാണ് നിങ്ങളുടെ അതേ ഇപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു കോർ ഇതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തവരാണ്. അവരും ഒരു പോയിന്റ് എത്തിയപ്പോൾ അവർക്കും മനസ്സിലായി സോഷ്യൽ മീഡിയ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ അവർ സ്ലോലി സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് കണ്ടന്റ് ക്രിയേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ദെൻ അവർ സോഷ്യൽ മീഡിയ മാനേജ്മെന്റിലോട്ട് പയ്യെ ഇറങ്ങി. പക്ഷേ അവർക്കുണ്ടായ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൺസിസ്റ്റൻസി ഇഷ്യൂ ഉണ്ടായിരുന്നു. കൺസിസ്റ്റൻസി ഇഷ്യൂവും പിന്നെ ഈ പറഞ്ഞ കൂട്ട് വെൻ ദ ലീഡർ ബിക്കംസ് എ കൺട്രോൾ ഫ്രീക്ക് ദ ടീം ഡസൻ ബിൽഡ്. ഓക്കെ, യു വിൽ ജസ്റ്റ് നമ്മളൊരു ആ ലീഡറിന് ഇങ്ങനെ തന്നെ വേണം എന്നുള്ള കടുംപിടുത്തം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേ പോകാവുള്ളൂ എന്നൊരു കടുംപിടുത്തം, ടീം മെമ്പേഴ്സിൻ്റെ ഇൻപുട്ടിനൊരു വാല്യൂ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെ വരുമ്പോഴേക്കും പയ്യെ പയ്യെ ഈ ടീം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. ടീം എപ്പോഴും പോകുന്നു വരുന്നു ഹയറിങ് റീഹയറിങ് സൈക്കിൾസിൽ പൊക്കോണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ like how I know you guys. So I have referred you guys to a number of people. Whenever somebody has approached you, നിങ്ങൾ നന്നായിട്ട് ആ ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്തിട്ടുമുണ്ട്, അവരെ നല്ലപോലെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുമുണ്ട്, അവർക്ക് ഹാപ്പിയാണ്. അങ്ങനത്തെ ഒരു കസ്റ്റമർ ബേസ് ബിൽഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ പോലുള്ള ബിസിനസ്സസിന്. പക്ഷേ ഈ പറഞ്ഞ എക്സിബിറ്റ് എ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ തൊട്ട് മെയിൻലി ലീഡർഷിപ്പ് ഇഷ്യൂ ആണ്. അപ്പോൾ ടീം ഇഫക്റ്റീവ് അല്ല. ടീം ഇഫക്റ്റീവ് ആകാണ്ട് വരുമ്പോഴേക്കും അവർക്ക് കസ്റ്റമർ കമ്മിറ്റ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റത്തില്ല. കസ്റ്റമർ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാണ്ട് പറ്റാതെ വരുമ്പോഴേക്കും വാട്ട് ഹാപ്പൻസ് ഇസ് ഒരാൾ അപ്രോച്ച് ചെയ്ത് കഴിയും. നമ്മൾ വളരെ നന്നായിട്ട് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ റെഫർ ചെയ്തൊക്കെ ഒരാൾക്ക് കൊടുക്കുവാണ്. അവർ ചെന്ന് കഴിയുമ്പോഴേക്കും അവർക്ക് ബാഡ് എക്സ്പീരിയൻസ് ആണ്. ഫോളോ അപ്സ് പ്രോപ്പർ അല്ല, കറക്റ്റായിട്ട്, ബിക്കോസ് റോൾസ് ഡിഫൈൻഡ് അല്ല. അവിടെ ആരാണ് ആ കസ്റ്റമറിനെ ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല. എൻഡ് ഓഫ് ദി ഡേ 14 days 15 days കഴിഞ്ഞാലും കസ്റ്റമറിന് ഒരു കോൾ ബാക്ക് പോലും പോയിട്ടില്ല. ഐ മീൻ നിങ്ങളല്ല, നിങ്ങളുടെ അതേ സിസ്റ്റം വർക്ക് ചെയ്യുന്ന എന്നാൽ ലെസ് ദാൻ എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ നോ ഹൗ ഇറ്റ് ക്യാൻ ക്രംബിൾ. പക്ഷേ നിങ്ങളുടെ ഒരു ക്വാളിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ ഇങ്ങനെ ആസ് യു ഗ്രോ ആസ് യു ബിൽഡ് സ്ലോലി ബട്ട് ദ ബിൽഡിംഗ് ഇസ് അമേസിങ്. നിങ്ങൾ ഫൗണ്ടേഷൻ തൊട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോടനെ അതും ചെയ്യാം ഇതും ചെയ്യാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ഇതല്ല. ആൻഡ് ഇതാണ് കൂടുതൽ സ്റ്റേബിൾ. ദിസ് ഇസ് ദ മോർ സ്റ്റേബിൾ പാറ്റേൺ ആൻഡ് ഐ തിങ്ക് യു ഗൈസ് ആർ ഡൂയിങ് ഗ്രേറ്റ്. യു സ്റ്റാർട്ടഡ് ഇൻ 2016. സോ ഒറ്റയ്ക്ക് തുടങ്ങി, പക്ഷെ ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ലൈക്ക് യു സെഡ് യു ഓൾറെഡി ഹാഡ് എ ജോബ്, ആ ജോബിൽ നിന്നുള്ള ഫണ്ട് എടുത്തിട്ടാണ് ചെയ്തത്. ഇപ്പം ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലായിരുന്നു, ജോബ് ഇല്ലായിരുന്നെങ്കിൽ do you think you have gone to some government support, അല്ലെങ്കിൽ have you heard about some government support that is actually there? Definitely yes. പക്ഷേ so my mother is also somebody ഇതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഓണ്ടർപ്രണർ ആണ്. ഷീ ഓൺസ് എ ബൊട്ടീക്, ഷീ നൗ ഓൺസ് എ സ്കൂൾ. അപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് ഷീ ഹാസ് എന്താ പറയുക ഒരു മോണ്ടിസോറി കിൻഡർഗാർട്ടൻ കോൾ ഗ്രാൻഡ്യോർ. അറിയാം. പുള്ളിക്കാരത്തി സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇതുപോലെ ഒരു ഷീ ഹാസ് റിസീവ്ഡ് ഗവൺമെൻറ് ഗ്രാൻസ് ടു ഇനിഷ്യേറ്റ് ഹർ ബിസിനസ്. ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പ്രോബബ്ലി ഞാൻ ചെയ്ത ഒരു എൻ്റെ ഒരു അറിവുകേട് കൊണ്ടാണ്, എൻ്റെ ഒരു ഇഗ്നോറൻസ് കാരണം ഞാൻ അധികം ഈ ഗവൺമെൻറ് ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ആലോചിച്ചില്ല, വെരി ഓണസ്റ്റ്ലി. അപ്പോൾ ഐ വെൻറ്റ് ദ ട്രഡീഷണൽ വേ ഓഫ് ഗോയിങ് ഫോർ എ ബാങ്ക് ഫണ്ടിങ് അല്ലെങ്കിൽ ബാങ്ക് ലോൺ വഴിയാണ് ഞാൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ കേട്ടും പിന്നെ ക്ലയൻറ്റ് ഇൻട്രാക്ഷൻസ് വഴിയൊക്കെ എനിക്ക് ഒത്തിരി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് യു ടെക്നിക്കലി സ്റ്റാർട്ടപ്പായിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി സ്റ്റാർട്ടപ്പ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്, വൈ ഡോണ്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇങ്ങനത്തെ ഒരുപാട് കോൺവെർസേഷൻസ് ക്ലയൻറ്റ്സ് വഴി ഉണ്ടായ കോൺവെർസേഷൻസിൽ നിന്നാണ് പിന്നീട് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ തുടക്കത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടിയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ആസ് എ വുമൺ ഓണ്ടർപ്രണർ ഐ വുഡ് ഹാവ് ഡെഫിനറ്റ്ലി ഓപ്റ്റഡ് ഫോർ ദാറ്റ് ഫസ്റ്റ്. ഇപ്പം നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി കെൻ യു എക്സ്പ്ലെയിൻ സം ഇപ്പം ഗവൺമെൻറ് കൊടുക്കുന്നത് പോലെ 2-3 സ്കീംസ് ലൈക്ക് സംതിങ് ഇൻ യുവർ നോളജ് ദാറ്റ് സി
As far as I know, one of the best things that I understood is കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ആസ് എൻ ഓണ്ടർപ്രണർ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ, ഐ മൈറ്റ് സൗണ്ട് ലൈക്ക് ദ ബിഗ്ഗസ്റ്റ് ഡമ്മസ്റ്റ് പേഴ്സൺ ഓൺ ദ പ്ലാനറ്റ് വെൻ ഐ സേ ദിസ്, പക്ഷേ എൻ്റെ ഒരു ധാരണ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു IT ഫേം റിലേറ്റഡ് സാധനത്തിനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അല്ല അതിപ്പോ എന്നാണ് സുധിയുടെ മാത്രമല്ല, ഒത്തിരി ആൾക്കാരുടെ ഭാഗ്യത്തിന് പിന്നീട് മനസ്സിലായി എല്ലാവർക്കും That's what everybody നമുക്കും thinks. അതേ ഡൗട്ട് ഉണ്ടായിരുന്നു. പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണ തന്നെയാണത്. That's exactly how I also used to think. അത് കഴിഞ്ഞ് പിന്നീട് ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. ടൈ കേരള എന്ന് പറയുന്ന ഒരു TIE, ദ ഇൻഡസ് ഓണ്ടർപ്രണേഴ്സ്. ഓക്കെ, സോ ഇത് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓണ്ടർപ്രണേഴ്സ് ആണ്. ബേസിക്കലി ബിസിനസ് സംരംഭങ്ങളിൽ കൂടെ വളരെ മുന്നോട്ട് വന്ന് കുറച്ച് ഓണ്ടർപ്രണേഴ്സ്, അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയില്ല, ഫൗണ്ടിങ് മെമ്പേഴ്സ് ആണ്, CEOs ആണ് ഇതിൻ്റെ ചാർട്ടർ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അവർ അവരുടേതായിട്ടുള്ള ബിസിനസ്സുകളിൽ വളരെ സീനിയർ റോൾസിലോട്ട് എത്തി. അവരുടെ ബിസിനസ് ഓൾറെഡി ഇത് ഗവൺമെന്റിന്റെ ആണോ? അല്ല, ഇറ്റ്സ് എ പ്രൈവറ്റ് ഓർഗനൈസേഷൻ. ഓക്കെ. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ റോൾ എത്തിക്കഴിഞ്ഞപ്പോൾ ദേ വോണ്ട് ടു ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി. ദേ വോണ്ട് ടു ഗിവ് ബാക്ക് നോട്ട് ജസ്റ്റ് ടു എനി പാർട്ട് ഓഫ് ദ സൊസൈറ്റി, പക്ഷേ ബിസിനസ്സിൽ വളരുന്നവരെ, അല്ലെ ബിസിനസ് ബേബീസ് എന്ന് വേണമെങ്കിൽ പറയാം, അവർക്ക് വേണ്ടിയിട്ട് തിരിച്ചെന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ഐഡിയോളജിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണിത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു കേരള. ബ്രാഞ്ചസ് ഉണ്ട്, വേറെ ഒരുപാട് അതിൻ്റെ ലോക്കൽ ബോഡീസ് ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് എൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അത് ക്വാളിഫൈ ചെയ്യാൻ എന്താ വേണ്ടേ? See, anybody who's an entrepreneur or anybody who's a business owner, അവർക്ക് അതിൻ്റെ മെമ്പർ ആകാം. പക്ഷേ അതിൻ്റെ ചാർട്ടർ മെമ്പർ എന്ന് പറയുന്നത് സീനിയർ ലെവലാണ്. ദേ ആർ ദ വൺസ് ബേസിക്കലി ഹു ആർ മെൻറ്ററിങ് അസ്, ഓർ യുനോ ജസ്റ്റ് തിങ്ക് ഓഫ് എ ക്ലസ്റ്റർ ഓഫ് മെൻറ്റേഴ്സ്. അപ്പോൾ അവർ ഓർഗനൈസ് ചെയ്യുന്ന ഒരുപാട് നല്ല ഇപ്പോൾ കോൺഫറൻസസ് ഉണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന ഇൻന്യൂമറബിൾ നമ്പർ ഓഫ് കോൺഫറൻസസ് ഉണ്ട്. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ ഇരുന്നിട്ട് നമുക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും ആണിത്. ഇതിൽ പക്ഷെ നമ്മളിൽ എത്ര പേര് ഇങ്ങനത്തെ കോൺഫറൻസസ് അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ കോൺഫറൻസസിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് കിട്ടാവുന്ന ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ഫണ്ടിങ് ഓപ്ഷൻസിനെ കുറിച്ചും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് വേറെ അഡ്വാൻറ്റേജസിനെ കുറിച്ചും. ഇതൊക്കെ എപ്പോഴാണ് മനസ്സിലാക്കി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇതൊക്കെ അറ്റൻഡ് ചെയ്താൽ ഇങ്ങനെ മനസ്സിലാവും എന്ന് മനസ്സിലായി? വെരി ഓണസ്റ്റ്ലി ആദ്യത്തേത് ഞാൻ അറ്റൻഡ് ചെയ്തത് ഇൻഫാക്ട് റേവതിയുടെ കൂടെയാണ്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് RDRൽ വെച്ചൊരു സംഭവം നടന്നു. ബിയനാടെ സംതിങ് വാസ് ഗോയിങ് ഓൺ. അപ്പോൾ നമ്മുടെ രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് റേവതി പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്, എൻ്റെ കൂടെ ഒന്ന് പോരെ, ഒരു കമ്പനിക്ക് അങ്ങ് പോരെന്ന് പറഞ്ഞു. സോ അങ്ങനെ വളരെ യാദൃശികമായിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുതരം എക്കോസിസ്റ്റമാണ്. നമ്പർ 1, അത് വിമൻസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അതായത് RDRൻ്റെ ചുറ്റിലും കുറേ സ്റ്റോൾസ് ഉണ്ട്, നടുക്കൊരു സ്റ്റേജ് ഉണ്ട്. സ്റ്റേജിൽ ഈ പറഞ്ഞോട്ട് കുറേ സ്പീക്കേഴ്സ് ഉണ്ട്. നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഇരിപ്പുണ്ട്, പിന്നെ മറ്റേ വീണ ജോർജ് മിനിസ്റ്റർ ഇരിപ്പുണ്ട്, അങ്ങനെ ഒത്തിരി പേര് ഇരിപ്പുണ്ട്, വേറെ കുറേ സ്പീക്കേഴ്സ് ഉണ്ട്, കുറേ ഓഡിയൻസ് ഇരിക്കുന്നുണ്ട്. ഈ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ഇൻസിഡൻ്റലി ട്രിവാൻഡ്രത്തുള്ള ഒരുപാട് വിമൻ ഓണ്ടർപ്രണേഴ്സിനെ ഞാൻ കണ്ടു. അതായത് നമ്മൾ കണ്ട് നിങ്ങളും വന്നോ അങ്ങനെ തോന്നിയൊരു സ്ഥലം. ബട്ട് ദെൻ ഈ ചുറ്റിലുമുള്ള സ്റ്റോൾസിൽ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. കൊയർ സാധനങ്ങൾ ഉണ്ടാക്കുന്നവർ തൊട്ട് അച്ചാർ ഉണ്ടാക്കുന്നവർ തൊട്ട് ഫാർമസ്യൂട്ടിക്കൽ ലെവലിലുള്ള ബിസിനസ്സസ് ചെയ്യുന്ന വിമൻ ഓണ്ടർപ്രണേഴ്സ് വരെയും സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം എപ്പോഴും നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാനും ഭയങ്കര ബ്രില്യന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതൊന്ന്. അതിന്റെ കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഐ തിങ്ക് നമ്മൾ ഒരു കാര്യം പേഷ്യൻ്റ്ലി ലിസൺ ടു വാട്ട് ഇസ് ബീങ് സ്പോക്കൺ ഓവർ ദർ. അവിടുത്തെ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലാണ് നമുക്കറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. എന്തൊക്കെയാണ് പുതുതായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഈ ഓപ്ഷൻസ് ടു ഫണ്ട്, ആരൊക്കെയാണ് ഇത് അവെയിൽ ചെയ്യാൻ പറ്റുന്നത്, ഡു വി ക്വാളിഫൈ ഓർ നോട്ട്, നമ്മൾ അഥവാ ഇത് അവെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് പ്ലാറ്റ്ഫോംസിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം, നമ്മളുടെ കമ്പനി ഏത് കാറ്റഗറി ആയിരിക്കണം, ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് നോളജ് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ചെല്ലണം. ഇതുപോലുള്ള ഈവൻറ്റ്സ് വരുന്നത് എങ്ങനെ അറിയാൻ പറ്റുന്ന? ഒന്ന്, നമ്മൾ ഒരു തവണ ഇതുപോലെ ഒരെണ്ണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ന്യൂസ് പേപ്പറിലാണ് ഏറ്റവും ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഒരു അഡ്വർടൈസ്മെന്റ് വായിക്കാറില്ല. പക്ഷേ നമ്മളിപ്പോൾ റെലവെന്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പേജസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാമെങ്കിൽ, ഓക്കെ, നമ്മളിപ്പോൾ പത്രം എടുത്തു വെച്ച് നോക്കണ്ട, ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഡെയിലി മാധ്യമങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് പേജസ് ഒന്ന് ഫോളോ ചെയ്താൽ അതിലൂടെയും കിട്ടും.
ഇഫ് യു ആർ എ യങ്ങർ പേഴ്സൺ ആൻഡ് ഈ സോഷ്യൽ മീഡിയ സാവി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതുവഴിയും കിട്ടും. സോ ന്യൂസ് പേപ്പർ ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. റേഡിയോയിൽ ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ കേൾക്കും. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റേഡിയോ കുറച്ചൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ, ഇഫ് യു ക്യാൻ ടേൺ ഓഫ് സ്പോട്ടിഫൈ ആൻഡ് ഇഫ് യു ക്യാൻ ലിസൺ ടു ഓൾ ലൈക്ക് ദ റേഡിയോ ചാനൽസ്, അവിടെയും ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി ഇൻഫോ കിട്ടും. ലൈക്ക് വെൻ സംതിങ് ന്യൂസ് കമ്മിങ് അപ്പ്. പലപ്പോഴും നമ്മളെ പോലെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു മിസ്കൺസെപ്ഷൻ എന്താണെന്നറിയോ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മറ്റേ ഈ കോയർ ഫാക്ടറിക്കാർക്കുള്ളതാണ്, അല്ലെങ്കിൽ മനസ്സിലായോ, മറ്റേ ഹസ്തകല ഹാൻഡിക്രാഫ്റ്റ്സുകാർക്കുള്ളതാന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടും. പക്ഷെ ഒരു തവണ നമ്മൾ ഇതിലോട്ട് പോകുമ്പോൾ ദർ ഇസ് ഒരു രജിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ടാവും. ആ രജിസ്ട്രേഷനിൽ നമ്മുടെ ഒരു പേരും നമ്മുടെ കമ്പനിയും ഒന്ന് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടും. പുതിയൊരു കോൺഫറൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. അല്ലെങ്കിൽ പുതിയ വേറെ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ എന്താ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ അധികം സംഭവങ്ങൾ നടക്കാറുണ്ട്. എക്സ്പോസ് ആർ ഓൾസോ എൻ എക്സലൻറ്റ് വേ ടു ഗെറ്റ് അക്വൈൻറ്റഡ് ടു പീപ്പിൾ. സോ ഈ തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മിസ്കൺസെപ്ഷൻസ് റിഗാർഡിങ് ദീസ് ടൈപ്പ് ഓഫ് എക്സ്പോസ് ആൻഡ് കോൺഫറൻസസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി വെക്കണം. കാരണം നമ്മൾ 2 ഐഡിയ ആയിട്ട് പോകുന്നവർ ചിലപ്പോൾ 5 ആയിട്ട് തിരിച്ചു വരും. ആ 2 ഐഡിയ ചിലപ്പം നമ്മൾ കരുതും നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ സ്വർണം പണയം വെക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അതല്ല, അതിലപ്പുറം സ്റ്റാർട്ടപ്പ് ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു വുമൻ, ഈവൻ ഇൻ മൈ മെഡിക്കൽ സെക്ടർ, ഒരു വുമൻ ഓൺ ക്ലിനിക്കിന് എക്യുപ്മെൻറ്റ്സിന് വരെയും സ്പെസിഫിക് ലോൺസ് ഉണ്ട് വിത്ത് റെഡ്യൂസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. അത് സ്പെസിഫിക് ഫോർ എക്യുപ്മെൻറ്റ് പ്രൊക്യൂർമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് വിമൻ ആണെങ്കിൽ അഗൈൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് വിൽ ഗോ ഡൗൺ. പിന്നെ ഈ പറഞ്ഞ MSME ലോൺസിൻ്റെ കാര്യം, ഇത് കോമൺ ആയിട്ട് അറിയുന്ന കുറച്ച് ടേംസ് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതല്ലാതെ അൺകോമൺ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺഫറൻസസിൽ നമ്മൾ മാക്സിമം, ഇഫ് നോട്ട് യു, സംബഡി റെലവൻറ്റ് ഷുഡ് ഗോ ആൻഡ് അറ്റൻഡ്. നമ്മളെ റെപ്രസെൻറ്റ് ചെയ്ത ഒരാളെങ്കിലും പോയി അവിടെ. ഇപ്പോൾ ഇത്തരത്തിൽ ചിലർക്ക് തോന്നും അയ്യോ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയാൽ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും. ചിലപ്പം നമ്മൾ ഉത്തരം പറയാൻ വേണ്ടി പോകണ്ട, കേൾക്കാൻ വേണ്ടി മാത്രം പോയാൽ മതി. കീവേഡ്സ് ആയിരിക്കും ചിലപ്പോൾ 2 കിട്ടുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ബാക്കി ഇൻഫർമേഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടെങ്കിലും പോകണം. ഇപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് എപ്പോഴും ഫൈനാൻസ് പോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ സെയിൽസിൻ്റെ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക, മാർക്കറ്റിംഗ് എന്താണെന്നുള്ള കാര്യത്തിലോട്ട് വരാം. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് എന്തായിരിക്കും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? അതായത് യു ഓൾറെഡി സെഡ് യു ആർ ദി ഓൺലി കോസ്മെറ്റോളജിസ്റ്റ് ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇൻ ഇന്ത്യ. ഇത് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനൊരു വാർത്ത നാട്ടുകാരെ അറിയിക്കാൻ എന്ത് കാര്യങ്ങളാണ് ആസ് എൻ ഓൺടർപ്രണർ യു ആർ ഡൂയിങ് ഫോർ യുവർ ബിസിനസ്? ഈ മാർക്കറ്റ് ചെയ്യാന്നുള്ളത് ചെയ്തിട്ടില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് വളരാനും പോകുന്നില്ല. ഇപ്പോൾ പലരും വിചാരിക്കും ഈ വേർഡ് ഓഫ് മൗത്ത് കിട്ടുന്ന പബ്ലിസിറ്റി കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ, ചിലപ്പോൾ ഒരു സീസണിൽ നമുക്കത് മതിയാവും. പക്ഷേ അടുത്ത സീസണിൽ ചിലപ്പോൾ നമ്മളെപ്പോലെ തന്നെ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ വേർഡ് ഓഫ് മൗത്തിൽ പബ്ലിസിറ്റി കിട്ടുന്ന അവർക്കായിരിക്കും. അതുകൊണ്ട് മാർക്കറ്റിങ്ങിലോട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് അതിൻ്റെ ഇതിലിപ്പോൾ നമ്മുടെ ഡിജിറ്റലി ആണല്ലോ, ഇപ്പോൾ ഡിജിറ്റൽ പ്രസൻസ് കൂടുന്നതനുസരിച്ച് നമ്മൾ ഇപ്പോൾ ഉള്ള ആൾക്കാരിൽ ഒരു 60-70% മേലെയുള്ള ആൾക്കാരെല്ലാവരും, ഈവൻ നമ്മുടെ പാരൻസ് ആയിരുന്ന പോലും എല്ലാവരും യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അതിനെപ്പറ്റി എന്താണ് ഒരു കാഴ്ചപ്പാട്? 100% ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് വേ ഓഫ് മാർക്കറ്റിംഗ് ആ ബിസിനസ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് കിട്ടുന്ന ഫ്രീഡവും നമുക്ക് കിട്ടുന്ന ആ ഒരു എക്കണോമിക് റിലീഫ് എന്ന് വേണമെങ്കിൽ, ഫിനാൻഷ്യൽ റിലീഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മളൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് സോഴ്സസിലോട്ട് പോകുവാണെങ്കിൽ നമുക്ക് പലപ്പോഴും തോന്നും ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇപ്പോൾ TV, ന്യൂസ് പേപ്പർ, റേഡിയോ, ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പലപ്പോഴും ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. അതാണ് വൺ ഓഫ് ദ റീസൺസ് വൈ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാണ്ട് ബിസിനസ് ഓടിക്കാമെന്ന് പലരും വിചാരിക്കുന്നത്. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വന്നതോടുകൂടിയാണ് നമുക്ക് അത് എൻറ്റയർലി ആ കാഴ്ചപ്പാട് മാറിയത്. അതായത് നമുക്ക് 0 rupees ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്വർടൈസ് ചെയ്യാം. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നാട്ടുകാരെ അറിയിക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ നമുക്കിപ്പോൾ ഇന്ന് 100% ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു urban സെറ്റപ്പിൽ ഒരു ഫോൺ, ഡിജിറ്റൽ ഫോൺ, അതായത് ഒരു നല്ലൊരു ഫോൺ ഇല്ലാത്ത ഒരാളുണ്ടെന്ന്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാത്ത ഒരാളുണ്ട്. വളരെ ചുരുക്കം ഒരു സെറ്റ് ഓഫ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബേസിക്കലി നമ്മുടെ ക്ലയന്റ് ബേസിലുള്ളവരെല്ലാവരുടെയും ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അവരിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എത്തിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ക്വാളിറ്റി ഓഫ് വർക്ക് കാണിക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ കൂടെയല്ലേ. അപ്പോൾ
100% ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ അത് ഡെഫിനറ്റ്ലി യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഇതേ സാധനം തന്നെ ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് ക്വാളിറ്റി ഉള്ള ഡിജിറ്റൽ കണ്ടന്റ്, ലൈക്ക് വീഡിയോ. ഇപ്പം മൊബൈലിൽ വേണേൽ വീഡിയോ എടുക്കാം, റൈറ്റ് മൊബൈൽ പക്ഷെ നല്ല വീഡിയോ എടുക്കാം. അത് റൈറ്റ് ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് ഒരു ഡിജിറ്റൽ ഈ ഒരു സാധനം അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് അതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ ചെയ്ത് വൃത്തിക്ക് ഒരു സാധനം ഔട്ടിറക്കുന്നതിൻ്റെ ഇതിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന എപ്പോഴാണെന്നറിയോ? ഇപ്പോൾ ഞാൻ ആസ് എൻ ഓൺടർപ്രണർ എനിക്കിപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു സാധനം മാർക്കറ്റ് ചെയ്യണം. എനിക്ക് വേണമെങ്കിൽ ഫോണിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം, അല്ല എങ്കിൽ എനിക്ക് ഹയർ ചെയ്ത് ക്യാമറ വെച്ച് നിങ്ങളെ പോലെ രണ്ടുപേരെ കൊണ്ടത് ചെയ്യിപ്പിക്കാം. ചില ആൾക്കാരുണ്ട് വളരെ ടാലൻറ്റഡ് ആയിട്ട് വെറും ഒരു ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതേ ക്വാളിറ്റി വിഷ്വലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത് എൻ പ്രോഡക്റ്റ് കാണുന്ന ആളെ കുറിച്ചാണ്, അല്ലാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ല. എൻ പ്രോഡക്റ്റ് കാണുന്ന ആൾക്ക് ഇപ്പോൾ ഒരു പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുമ്പോഴും കളർ സിനിമ കാണുമ്പോഴും ഉള്ള വ്യത്യാസം തന്നെയാണ് നല്ല വിഷ്വൽ ക്വാളിറ്റി കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ആൾക്ക് തോന്നുന്നത്. ആസ് എ ഡോക്ടർ ഐ ക്യാൻ ടെൽ യു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻസ് വിൽ ലൈറ്റ് അപ്പ്. അങ്ങനെ നിങ്ങൾക്ക് ഓഡിയൻസിൽ ഒരു സാധനം എത്തിക്കണമെങ്കിൽ ആ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റിന് വളരെ ഭംഗിയുള്ള ക്വാളിറ്റി ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ വെറുതെ റാൻഡംലി ഷൂട്ട് ചെയ്യുന്ന ഒരു സാധനം, എസ്തെറ്റിക് സെൻസ് ഇല്ലാത്ത ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് വിചാരിച്ചോളൂ. ചുമ്മാ നമ്മൾ ഫോണിൽ എടുക്കുന്ന ഒരു ഫോട്ടോ, അതേസമയം വളരെ നല്ല എസ്തെറ്റിക് സെൻസ് ഒരാൾ എടുക്കുന്ന ഫോട്ടോയും സെയിം തിങ് സെയിം സ്പോട്ടിൽ വെച്ച് രണ്ടുപേര് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഒരാളെ കാണിക്കുവാണെങ്കിൽ എപ്പോഴും കാണാൻ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള സാധനങ്ങൾക്കായിരിക്കും കൂടുതൽ ഓഡിയൻസ്, അല്ലേ? അതായിരിക്കും എപ്പോഴും അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനത്തെ കണ്ടന്റ് കൊടുത്താൽ മാത്രമേ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ്സിനെ തന്നെ ആ ഒരു പ്രേക്ഷകരുടെ ഇടയിൽ ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ആൻഡ് ചെയ്യുന്ന ഒരു ഇൻഫാക്ട് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ഓണ്ടർപ്രണേഴ്സിന്റെ ഗ്രോത്ത് അറിയണമെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് എടുത്ത് ഒന്ന് ബാക്കിലോട്ട് നോക്കിയാൽ മതി. ആ കണ്ടന്റ് ക്വാളിറ്റിയുടെ വ്യത്യാസം വെച്ച് അറിയാം നമ്മൾ ഗ്രോത്ത് ആണോ അതോ ബാക്കിലോട്ടാണോ പോകുന്നത്. പഴയ ഫീഡൊക്കെ നോക്കുമ്പോൾ എന്ത് വൃത്തികെട്ട അല്ല, പണ്ട് ഈവൻ ഫേസ്ബുക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പഴയ ഫോട്ടോ ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്നില്ല. അന്ന് നമ്മൾ ഭയങ്കര അഭിമാനത്തോട് ഭയങ്കര ലുക്ക് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ ക്വാളിറ്റി, ഡിജിറ്റൽ കണ്ടന്റിന്റെ ഇമ്പോർട്ടൻസും. ദാറ്റ് ഇസ് വെയർ പീപ്പിൾ ലൈക്ക് യു കം ഇൻ ടു ദ പിക്ചർ. അപ്പോൾ അത് നല്ലപോലെ ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാനൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ പലപ്പോഴും ഓക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുന്നു, നമുക്ക് ഇന്ന സാധനം ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് മിക്കവാറും ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്നേ വരുന്ന കസ്റ്റമറിൻ്റെ ഒരു ഔട്ട്ലുക്ക് വെച്ചിട്ട് അവരൊരു ടാക്സ് അങ്ങ് ഇടും. ആൻഡ് എപ്പോഴും വലിയൊരു എമൗണ്ട് പറയും. ആ പറയുന്ന എമൗണ്ടിലാണ് പലപ്പോഴും പലരും ഷൈ അവേ ചെയ്യുന്നത്. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ആദ്യം അപ്രോച്ച് ചെയ്യുന്ന ആൾ തന്നെ വലിയൊരു എമൗണ്ട് പറയുന്നു, അല്ലെങ്കിൽ ഇത്രയും ഒക്കെ ആകും എന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ആ ആൾ പിന്നീട് ഒരു ജെനുവിൻ കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ അടുത്ത് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം അവരുടെ മനസ്സിൽ അയ്യോ ഇതിനൊക്കെ ഇത്രയും പൈസയാവും, അപ്പോൾ പിന്നെ വേണ്ട നമുക്കതില്ലാണ്ട് ചെയ്യാം എന്നാ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി അതൊരു മൈൻഡ് സെറ്റ് ഇഷ്യൂ ആണ്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ റിലക്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടും നിങ്ങളുടെ വർക്കിന് വർത്തായിട്ടുള്ള ഒരു ഫീസ് പേ ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ ആദ്യമേ അവരെ വെറുപ്പിച്ചിട്ട് പിന്നെ അവരെ കൊണ്ട് ഇത് ചെയ്യാൻ നോക്കരുത്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഡിജിറ്റലി നമ്മൾ മാർക്കറ്റ് നമ്മുടെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിങ്. ഫോർ ഷുവർ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഓർ സർവീസ് യെസ് അതിന്റെ വിശ്വാസം ഇരിക്കുന്നത് അതിന്റെ ആരാണോ അത് കൊണ്ടുപോകുന്ന വ്യക്തി. ഇപ്പൊ ഡോക്ടർ ശ്രുതി ഇസ് എ ബ്രാൻഡ്. അതെ, ശ്രുതി വന്ന് മേക്കപ്പ് ചെയ്യണം അല്ലെങ്കിൽ ശ്രുതി ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. ഡെഫിനറ്റ്ലി. അവരോട് ചോദിച്ചാൽ ഇതിന്റെ പേരെന്താന്ന് വെച്ചാൽ അറിയത്തില്ലായിരിക്കും, പക്ഷെ നമ്മളായിരിക്കും ബ്രാൻഡ്. റൈറ്റ് റൈറ്റ്. നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെയായിരുന്നു? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇതിന് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. ദ പ്രോ എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും ഒരു ബിസിനസ്സിന് ഒരു മുഖം ഉണ്ടാകുന്നതാണ് ആ ബിസിനസ്സിന് അതിനെ ലെജിറ്റിമേറ്റ് ആക്കുന്നത്, അതിനെ ഒരു പേഴ്സണൽ ആക്കുന്നത്, റീച്ചബിൾ ആക്കുന്നത്. ഇന്ന സെക്ടർ എന്ന് പറയാനായിട്ടില്ല. ഏതൊരു സെക്ടർ എടുത്തോട്ടെ, ഏറ്റവും ചെറിയ ബിസിനസ് ആയിക്കോട്ടെ, ഏറ്റവും വലിയ ബിസിനസ് ആയിക്കോട്ടെ. വി ലൈക്ക് ടെസ്ല ബിക്കോസ് ഇലോൺ മസ്ക് ഇസ് സോ ഫ്ലാഷി. വി ലൈക്ക് ആപ്പിൾ ബിക്കോസ് സ്റ്റീവ് ജോബ്സ് വാസ് ഓൾവേസ് ദ പേഴ്സൺ ഹൂ കൈൻഡ് ഓഫ് took it to a whole other level. What he did or did not do is different. അല്ലേ? അതുപോലത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് പ്രസൻ്റ്ലി നമ്മുടെ ഒരു ഡിജിറ്റൽ ജനറേഷനിൽ എല്ലാവർക്കും. ഇപ്പോൾ ബൊട്ടീക്ക് ആയിക്കോട്ടെ, ഫുഡ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, എല്ലാവർക്കും ദേ വോണ്ട് ടു സീ ദ പേഴ്സൺ ബിഹൈൻഡ് ഇറ്റ്. പക്ഷേ ഒരു ചാലഞ്ച് എന്താണെന്നറിയോ? നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് പേഴ്സണൽ ബ്രാൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും
പിന്നെ നമുക്ക് കസ്റ്റമേഴ്സിനെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വരുന്ന എല്ലാവർക്കും നമ്മൾ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ അത് മറിച്ച് ചിന്തിക്കുമ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ടാറ്റ കാർ വാങ്ങിക്കുന്നത് ആ പുള്ളി ഉണ്ടാക്കിയ കാർ അല്ലത്, അതിന്റെ എഞ്ചിനീയേഴ്സ് ആണ്. പക്ഷെ ആ ടാറ്റയിലുള്ള ആ പുള്ളിയിലുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. That is there. So this becomes different in retail industry and in service industry. സർവീസ് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ ഇതെനിക്കൊരു വലിയ ചാലഞ്ചാണ്. പക്ഷേ ഇവൻച്വലി ഞാൻ മനസ്സിലാക്കിയത് സ്കേലബിൾ അല്ല എന്നുള്ളൊരു മോഡലാണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ദ ഡേ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ സ്റ്റോപ്പ് ഗെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ് അബൌട്ട് ഇറ്റ്. മറ്റേത് എപ്പോഴും എങ്ങനെ ഇതിനെ ഗ്രോ ചെയ്യിക്കാൻ പറ്റുക, എങ്ങനെ ഇതിനെ ഗ്രോ ചെയ്യിക്കാൻ പറ്റുക. നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ശ്രുതി ചെയ്യുന്ന പോലെ മേക്കപ്പ് ചെയ്യുന്നതാണെന്ന് വെച്ചോ, അപ്പോൾ ശ്രുതിയെക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ആൾ ചിലപ്പോൾ ശ്രുതിയുടെ കൂടെ ഉണ്ടാവും. അതെ, അപ്പോൾ പലപ്പോഴും ചില ആൾക്കാർ ഓക്കെ ശ്രുതി ചെയ്താൽ മതി എന്ന് വെച്ചിട്ടായിരിക്കും വരിക. മറ്റേ ആളെ കൊണ്ട് ചെയ്യിച്ചാലും ഇതിലും ഭംഗിയാണെങ്കിലും അവർ അയ്യോ അത് ശരിയായില്ല, അത്ര പോരാ, കളർ ഇത് ടോൺ വരട്ടെ. ശരിയായിട്ടില്ല, Correct. അതിൻ്റെ അത് ഇത് സർവീസിൽ നമ്മുടെ ഫീൽഡിൽ സംഭവിക്കുന്ന സംഭവമാണ്. the other sector that I'm working in, എൻ്റെ മെഡിക്കൽ സെക്ടറിൽ എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് റിയലി ഹെൽപ്സ് പീപ്പിൾ ലൈക്ക് ടു കം. ആൻഡ് ദെൻ എപ്പോഴും ഞാൻ സെറ്റ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ സെറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. സോ യു ക്യാൻ മീറ്റ് എനി ഡോക്ടർ ഇൻ ദിസ് ഫേം, ദേ വിൽ ഓൾ ബി ഫോളോയിങ് വാട്ട് ഐ ഹാവ് സെറ്റ് എന്നൊരു വിശ്വാസം അവർക്ക് വന്നു കഴിഞ്ഞാൽ ദെൻ ദേ ആർ ഓക്കെ. പിന്നെ അവർക്ക് എന്നെ തന്നെ കാണണമെന്നില്ല, ഞാൻ നടത്തുന്ന ഒരു ഫേമിൽ വന്ന് ഏതൊരു ഡോക്ടറിനെ കണ്ടാലും അവർ ഹാപ്പിയാണ്. അതൊരു സ്കേലബിൾ മോഡലാണ്. നമ്മളിപ്പോ ഒരു പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുവാണെങ്കിൽ പോലും നമ്മൾ അതിനുള്ള ഒരു പ്ലാൻ ആദ്യം ഉണ്ടാക്കുക. എക്സാക്ട്ലി, പ്ലാൻ ഇല്ലാതെ വെറുതെ പേഴ്സണൽ ബ്രാൻഡും ചെയ്ത് പോകരുത്. ഞാൻ തന്നെ എല്ലാം മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഞാൻ എന്നെ തന്നെ ഫേമസ് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം ഞാൻ മാത്രമേ ഉണ്ടാവും. മുമ്പേ പറഞ്ഞു യു ഹാവ് എ ഹ്യൂജ് കളക്ഷൻ ഓഫ് ബുക്സ്. യെസ്, അപ്പം ഇത്രയും ബുക്ക് വായിച്ച് കുറേ അറിവുകൾ നേടിയിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ഇത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് റണ്ണിങ് ദിസ് ബിസിനസ്. അപ്പം ഐ ആം സംബഡി ഹൂസ് ലൈക്ക് എനിക്ക് ബുക്ക് വായിക്കുന്ന സമയമില്ല. അപ്പം സമയമില്ലാത്ത താല്പര്യമില്ല. ഓക്കെ. അപ്പം നമ്മുടെ വ്യൂവേഴ്സിൽ ഇതുപോലെ ഒത്തിരി തിരക്കുള്ളവർ കാണും. അപ്പം ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വായിച്ചവരുടെ കയ്യിൽ നിന്ന് ഒരു ടിപ്പ് ചോദിക്കുക എന്നുള്ളതാണല്ലോ. വാട്ട് ഈസ് വൺ തിങ് ദാറ്റ് യു ഹാവ് ലേൺഡ് ഓവർ ദീസ് ഇയേഴ്സ് running this business? Read. Delegate. Team is everything. You are only as good as your team is. Team building exercises വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറയുന്നോട്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നല്ലൊരു ടൈമിൽ അത് മനസ്സിലാക്കി അതാത് റോൾസിലത്തേക്കുള്ള ആൾക്കാരെ സെറ്റ് ചെയ്യുക. ആൻഡ് ലൈക്ക് മൈ ഹസ്ബൻഡ് ഓൾവേസ് സെസ്, ഇംപ്ലിമെന്റ് പ്രോസസ്സസ്. ടീം ബിൽഡിങ്ങിന്റെ കൂടെയുള്ള മറ്റൊരു സംഭവമാണ് നമ്മുടെ ലീഡർഷിപ്പ്. ഇവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും പഠിക്കും. അതെ, അല്ല പക്ഷേ ലീഡർഷിപ്പ് ക്വാളിറ്റി അത് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. You have to work on your leadership skills. Yes, you always work on yourself. Always continue to work on yourself. ഒരിക്കലും ഞാൻ എല്ലാം തികഞ്ഞു ഇനി എനിക്ക് നന്നാവാൻ പറ്റുള്ള കേസ് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത്. ഓൾവേസ് വർക്ക്. കാരണം നമ്മൾ 5 പേരുടെ ടീമിനെ നമ്മൾ ഹെഡ് ചെയ്യുമ്പോഴും 10 പേരുടെ ടീമിനെ ഹെഡ് ചെയ്യുമ്പോഴും നമ്മളും അതനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കണം. ഇൻ ആർ മൈൻഡ് സെറ്റ്, ഇൻ ആർ പേഴ്സണൽ ക്വാളിറ്റീസ്, ഇൻ ആർ പേഴ്സണാലിറ്റി, ഇതെല്ലാം നമ്മളും വളർന്നുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വളരുന്ന ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ചിതറുന്ന ടീമിനെ ലീഡ് ചെയ്തിരിക്കത്തുള്ളൂ. അത് മറ്റേ അപ്സെറ്റിംഗ് സിറ്റുവേഷനിലോട്ട് പോയി എത്തത്തുള്ളൂ. സോ ഓൾവേസ് കീപ് ഗ്രോയിങ്, ഓൾവേസ് കീപ് ലിസണിങ്, ഓൾവേസ് കീപ് ലേണിംഗ് ആൻഡ് ഡെലിഗേറ്റ്. അപ്പൊ ഇത്ര നേരം നമ്മുടെ കൂടെ അടിപൊളിയായിട്ട് കുറച്ച് വാല്യുബിൾ ലെസൺസ് നമുക്ക് തന്ന ഒരുപാട്, അതെ, നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള ഗ്യാപ്പ് പോലും തരാതെ നമുക്ക് വാല്യുബിൾ ലെസൺസ് വാരിക്കൂലം തന്ന ഡോക്ടർ ശ്രുതിക്ക് നമ്മുടെ പേരിലും 42 പോഡ്കാസ്റ്റിന്റെ പേരിലും നന്ദി അറിയിച്ചോളൂ. താങ്ക് യു സോ മച്ച്. But I also want to say thank you guys because ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എൻ്റെയൊക്കെ ടൈപ്പ് ബിസിനസ് എന്ന് പറയുമ്പോഴേക്കും ഫോർ ദ ലാസ്റ്റ് ഐ തിങ്ക് 4 വർഷമായിട്ട് എനിവേർ ഐ ഹവ് ഗോൺ ടു സ്പീക്ക് ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് സ്കിൻ, ബ്യൂട്ടി, കോസ്മെറ്റോളജി, മേക്കപ്പ്, സ്കിൻ, ബ്യൂട്ടി, ഇതിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ഏത് ഫീൽഡ് നമ്മൾ ഫോളോ ചെയ്താലും ഈ ബിസിനസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇസ് സോ എക്സൈറ്റിംഗ് ടു ടോക്ക് അബൌട്ട്. അതെ, അതൊരു വികാരമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തന്നതിനാൽ ഫോർ എവർ ബി ഗ്രേറ്റ്ഫുൾ ടു യു ഗൈസ്. ആൻഡ് യു ഗൈസ് ആർ ലീഡിങ് ബൈ എക്സാമ്പിൾ ആൻഡ് യു ഗൈസ് ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. അതും ഐ എം വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ് ടു. ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും. Thank you so much. Thank you so much for watching, guys. മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ.